ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഫോംസിലോ നമ്മൾ നല്ല പറഞ്ഞു. എന്റെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഫോംസിലോ J is proportional to the electric field. J is proportional to sigma E. അല്ലെങ്കിൽ J is equal to sigma E എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്ത് സിഗ്മ എന്തായിരുന്നു? സിഗ്മ വാസ് കണ്ടക്ടിവിറ്റി. സിഗ്മ കണ്ടക്ടിവിറ്റി ആയിരുന്നു. അപ്പോ എങ്ങനെയായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്തത്? നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെ, J is equal to NEVD ആണ് J എന്ന് പറയുന്ന സംഭവം വരുന്നത്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു എന്താ വരെ ഇതിനകത്ത് നിന്ന് നമ്മൾ J ഈക്വൽ ടു NEVD ആവുമ്പോൾ this is equal to എന്ത് വരും? N into E into drift velocity എന്ന് പറഞ്ഞാൽ EE by M into tau. So this is NE square by M into tau into E ആണ് J എന്ന് പറയുന്ന സംഭവം. So NE square by M into tau എന്ന് പറയുന്ന ഈ ടേം ആണ് ഇതിനകത്ത് എന്തായിട്ട് വരുന്നത്? കണ്ടക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് എല്ലാ ടേംസും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. N എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ, പിന്നെ ടോ എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ എങ്ങോട്ട് പോയി? ഓംസ് ലോയിൽ ഇതിനകത്ത് നിന്ന് നമ്മൾ മാക്രോസ്കോപ്പിക് ഫോം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഫോമിലോട്ട് പോയി. സോ ദാറ്റ് വാസ് അതെന്തായിരുന്നു? അതെന്തായിരുന്നു? V is equal to IR എന്ന് പറയുന്ന സംഭവത്തിലോട്ട് നമ്മൾ ഇന്നലെ എത്തി. ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എത്തിയത്. പിന്നെ അതിനകത്തുനിന്ന് R എന്ന് പറയുന്നത് എന്തായിരുന്നു? റോ L by A. വാട്ട് ഈസ് റോ? റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറഞ്ഞാൽ 1 sigma ആണ്, അല്ലെങ്കിൽ അതിന് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഇതിനകത്തുനിന്ന് എന്ത് കിട്ടി? റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു L by A. അല്ലെ, റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ. It is inversely proportional to its area. Okay, so ഇത് ബേസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം തൽക്കാലം. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സാമ്പിൾ 3. ഇന്നലെ എല്ലാവർക്കും മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമ്പിൾ 3 എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി റെസിസ്റ്റൻസ് ഓഫ് എൻ അലൂമിനിയം വയർ of length 50 centimeter. Calculate the resistance of an aluminum wire of length 50 centimeter and area of cross section 50 centimeter. Sorry, length ആണ് 50 centimeter, area of cross section 2 millimeter square, and resistivity of aluminum is given 2.6 into 10 raised to -8 ohm meter. നമ്മൾ നല്ല റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും മുമ്പ് പഠിച്ചതായിരിക്കും, അതുകൊണ്ട് അത്ര പറയേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ്, വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം അല്ലെ, ഓം ആണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അപ്പോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ ഈ R ഈസ് ഈക്വൽ ടു റോ L by A എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A by L എന്ന് കിട്ടും. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, ഓം ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. സോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരെ എന്താണ്? ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരെ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. മൊഡ്യൂളിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 ബുക്കിൽ ഇല്ലെങ്കിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ബുക്ക് കയ്യിലില്ലെങ്കിൽ ഇതാണ്. L is equal to 50 centimeter, ലെങ്ത് 50 centimeter ആണ്, ഏരിയ 2 millimeter square ആണ്, റെസിസ്റ്റിവിറ്റി 2.6 into 10 raised to -8 ohm meter ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റെസിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കി.
ആൻസർ കിട്ടിയോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാൻഡ്ര, ഫാദിൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് വരും അല്ലെ? റോ എൽ ബൈ എ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. റോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് SI യൂണിറ്റ് തന്നെ തന്നിട്ടുണ്ട്. 2.6 × 10⁻⁸ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. ഒന്നുകിൽ 0.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 50 × 10⁻². ഏരിയ 2 mm² ആണ്. 2 × 10⁻⁻6. സോ സോൾവ് ചെയ്താൽ മതി, എല്ലാവർക്കും ആൻസർ കിട്ടും. 10⁻⁴ ആണോ വരുന്നത്? So this will be 10⁻⁻8 പോയാൽ 10⁻⁻2 ബാക്കി ഉണ്ടാവും. 10 so 20 2.6 × 5 sorry, so this will be 1.3. so 1.3 × 0.5 1.3 × 5 that is 6.25 × 10⁻⁴ അല്ലേ വരുന്നത്? അത് -3 ആണോ? എന്താ കിട്ടിയത്? -3 ആണോ കിട്ടുന്നത്? അങ്ങനെ -3 വന്നത്? ഓക്കെ, 50 ഉണ്ട്, സോറി. ഓക്കെ, 50. സോ 10⁻³ ഓംസ് കിട്ടും. സോ ഡയറക്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ, എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ആർ, what will be its resistance? Question number example 4 ആണ്. What will be its resistance if it is stretched to double its length? So അത് stretch ചെയ്യുകയാണെങ്കിൽ, so that its length will be doubled, what will be its resistance എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഒരു വയർ ഉണ്ടായിരുന്നു, അതിന്റെ ലെങ്ത് L ആണ്. അതെന്താക്കി മാറ്റി? 2L ആക്കി മാറ്റുകയാണ്. അവിടെ ഒരു വയറിനെ നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? സ്ട്രെച്ച് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. സ്ട്രെച്ച് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് എന്താക്കി മാറ്റി? വലിച്ചു നീട്ടിയിട്ട് അതിന്റെ ലെങ്ത് 2L ആക്കി മാറ്റി. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എത്ര ടൈംസ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, റെസിസ്റ്റൻസ് എന്താവും? 4 ടൈംസ് ആവും. കാരണം എന്താണ്? കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ലെങ്ത് മാത്രമല്ല വേരി ചെയ്യുന്നത്, നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ വോളിയം എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്ന പോലെ നമ്മൾ അടുത്ത് ചെയ്യണം. സോ ടോട്ടൽ വോളിയം കോൺസ്റ്റന്റ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. സോ ലെങ്ത് ഡബിൾ ആകുമ്പോൾ എന്ത് ചെയ്യണം? വോളിയം സെയിം ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏരിയ എന്തായിരിക്കണം? ഹാഫ് ആയിട്ട് മാറണം അല്ലെ? ഏരിയ ഹാഫ് ആയിട്ട് മാറണം. So area into length has to be a constant. That is volume. Volume has to be a constant. So volume ഒരു constant ആവാൻ വേണ്ടിയിട്ട് a dash into 2L പുതിയ ലെങ്ത്. സോ പുതിയ ഏരിയ a dash എന്ന് പറയുന്നത് പഴയ ഏരിയയുടെ പകുതിയാണ് വരുന്നത്. സോ പുതിയ റെസിസ്റ്റൻസ് R is equal to അല്ലെങ്കിൽ R dash is equal to rho into 2L by A/2 എന്നാ വരിക. സോ ആ 2 മുകളിലോട്ട് പോയാലും 4 into rho L by A. rho L by A ആണ് പഴയ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് it becomes 4R. ഓക്കെ, 4R എന്നായിട്ട് മാറും. ഓക്കെ,
So that is that question. So that's simple question ആയിരുന്നു. സോ ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് വരാൻ പറ്റുന്ന സിമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ളത് നമുക്ക് അവസാനത്തോടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാൽ അടുത്ത ടോപ്പിക്കിലോട്ട് കടക്കാം. സോ ഈവനിങ് ബാച്ചിന് അടുത്ത ടോപ്പിക് തന്നെയാണ്. ഈവനിങ് ബാച്ചിന് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ വരെ എടുത്തിട്ടുണ്ട്. ഇതും അടുത്ത ടോപ്പിക്കും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കൊണ്ട് ഇത് രണ്ടും കൂടി ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് രണ്ട് ബാച്ചിനൊപ്പം ഒരുമിച്ചാവും. ഓക്കെ, സോ നമുക്ക് അടുത്തുള്ളത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. Temperature dependence of resistance or resistivity. ഏതായാലും കുഴപ്പമില്ല. Temperature dependence of resistance or resistivity. Okay. സോ ഇതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളിപ്പോ കണ്ടക്ടേഴ്സിന്റെ കേസാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതിന്റെ കേസ് നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകും, കണ്ടക്ടേഴ്സ് അല്ലാത്തവരുടെ സിറ്റുവേഷൻ എന്താണെന്ന്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പല രീതിയിൽ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്പോസ് കറണ്ടിന് എന്താണ് സംഭവിക്കുക? ഐ ഈസ് ഈക്വൾ ടു നമുക്കറിയാം NEAVD ആണ് അല്ലെ? I is equal to NEAVD ആണ്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? EE/m ഇൻറ്റു ടോ ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. EE/m ഇൻറ്റു ടോ, ദാറ്റ് ഈസ് ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി. സോ വാട്ട് ഹാപ്പൻസ് ടു ദി ഡ്രിഫ്റ്റ് വെലോസിറ്റി വെൻ ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്? ഇതിനകത്ത് ഏത് ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഇലക്ട്രോണിന്റെ ചാർജ് ചേഞ്ച് ചെയ്യോ? ഇല്ല. മാസ് ചേഞ്ച് ചെയ്യോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ്, അത് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് വെച്ച്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ എക്സ്റ്റേണൽ സോഴ്സിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതും മാറുന്നില്ല. പിന്നെ എന്താണ് ടോ എന്ന് പറയുന്ന ഒരു സംഭവം? വാട്ട് ഈസ് ടോ? ടോ ഇസ് ദി ടൈം ബിറ്റ്വീൻ ടു കൊളീഷൻസ്. ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദി വാല്യൂ ടോ? ടോക്ക് എന്താണ് സംഭവിക്കുക വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? വാട്ട് ഹാപ്പൻസ് ടു ടോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് പറഞ്ഞു. ടോ എന്ന് പറഞ്ഞാൽ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. ഓക്കെ, സോ അത് ടോ കുറയും. കാരണം എന്താണ്? ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞു. ടോ കുറയാനുള്ള, അല്ലെങ്കിൽ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റാൻഡം മോഷൻ കാരണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കാരണം കിട്ടുന്ന റാൻഡം മോഷൻ കാരണമാണ് എന്ത് കിട്ടുന്നത്? കൊളീഷൻസ് നടക്കുന്നത്. സോ അതിനകത്ത് ടോ എന്ന് പറയുന്നത് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ആണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. കൊളീഷൻസ് എന്താവും? പെട്ടെന്ന് കൊളീഷൻസ് നടക്കും. എന്ന് വെച്ചാൽ കൊളീഷന്റെ ഫ്രീക്വൻസി കൂടും. കൊളീഷൻസിന്റെ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കൊളീഷൻസ് കൂടും. സോ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് കൊളീഷൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൊളീഷനും എടുക്കുന്ന ടൈം എന്ത് ചെയ്യും? കുറയും അല്ലെ? നേരത്തെ ഇപ്പൊ ഒരു സെക്കൻഡിൽ ഒരു കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് 2 കൊളീഷൻ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താവും? ഓട്ടോമാറ്റിക്കലി കൊളീഷൻ എടുക്കുന്ന ടൈം ഓട്ടോമാറ്റിക്കലി 0.5 ആയിട്ട് മാറും. സോ അതാണ്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ടോ ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്? ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഡിക്രീസ് ചെയ്യും. കാരണം ഫ്രീക്വൻസി ഓഫ് കൊളീഷൻസ് കൂടും. നമുക്കറിയാം ഫ്രീക്വൻസി = 1 ടൈം പീരീഡ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കറണ്ടിന് എന്താ സംഭവിക്കുന്നത്? കറണ്ട് ആൾസോ ഡിക്രീസസ്. കറണ്ട് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? V = IR ആണ്. സോ V = IR ആണ്, ഓർ I = V/R ആണ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നല്ല അതിന്റെ മീനിങ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, സോ ദി റെസിസ്റ്റൻസ് ഇൻക്രീസസ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനിലൊക്കെ Ne²/m × ടോ ഉണ്ട്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കുറയും? ടോ കുറയും. സോ കണ്ടക്ടിവിറ്റി കുറയും, റെസിസ്റ്റിവിറ്റി കൂടും. അങ്ങനെയൊക്കെ പറയാം കേട്ടോ, പല രീതിയിൽ ഇത് പറയാം. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ എഴുതി കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എഴുതി. കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ അവിടെ, സോ ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലെ? Ne²/m × ടോ എന്ന് പറയുന്ന സംഭവം. സോ വാട്ട് ഹാപ്പൻസ് ടു ടോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? ടോ ഡിക്രീസസ്. ടോ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി സിഗ്മ ഡിക്രീസ് ചെയ്യും.
സിഗ്മ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള റോ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്താണ്? റോ എൽ ബൈ എ ആണ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. സോ പല രീതിയിൽ ഇത് പറയാം. നമ്മള് ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ഓർത്ത് വെച്ചാൽ മതി. സോ റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സിമിലർലി റെസിസ്റ്റിവിറ്റി ആൾസോ ഇൻക്രീസസ്. ഇതാണ് കണ്ടക്ടേഴ്സിന്റെ കേസ്. ഇൻ ദി കേസ് ഓഫ് കണ്ടക്ടറിന്റെ കേസിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വരിക, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ വരിക എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആണ്. കഴിഞ്ഞ വർഷം നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പഠിച്ചിരുന്നു. സോ തെർമൽ എക്സ്പാൻഷന്റെ കേസിൽ L ഈക്വൽ ടു L0 ഇൻറ്റു 1 പ്ലസ് ആൾഫ ഡെൽറ്റ ടി, വോളിയം ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ ടി, അങ്ങനത്തെ സംഭവങ്ങൾ പഠിച്ചിരുന്നു. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും വരിക. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ρ0 ഇൻറ്റു 1 പ്ലസ് ആൾഫ ഡെൽറ്റ ടി. ഓക്കെ, ρ0 ഇൻറ്റു 1 പ്ലസ് ആൾഫ ഡെൽറ്റ ടി എന്ന് വരും. ഓർ ഇതിനെങ്ങനെ എഴുതാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ρ0 ഇൻറ്റു 1 പ്ലസ് ആൾഫ ഇൻറ്റു ടി മൈനസ് T0. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. So rho equal to ρ0 into 1 plus alpha delta t, where ρ0 is the resistivity at T0. T0 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റി ആണ് ρ0 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ. സോ ഏതുപോലെ തന്നെ L is equal to L0 into 1 plus alpha delta t എന്ന് പറയുന്ന സെയിം സംഭവം. So here alpha is called temperature coefficient of resistance അല്ലെങ്കിൽ resistivity. Temperature coefficient of resistivity. Okay, temperature coefficient of resistivity. So what will be the unit of alpha? Alpha യുടെ യൂണിറ്റ് പറഞ്ഞേ. What will be the unit of alpha? Ohm meter. അതവിടുന്ന് കിട്ടി. What will be the unit of alpha? Per Kelvin, Kelvin inverse. Okay. ഓക്കെ, കെൽവിൻ ഇൻവേഴ്സ് എന്ന് വരും. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് എന്ത് വരണം? സെയിം വരണം. സോ 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ആണ് ആഡ് ചെയ്യുന്നത്. സോ 1ന് യൂണിറ്റ് ഒന്നുമില്ല, 1 ഇസ് ജസ്റ്റ് എ നമ്പർ. ആൽഫ ഡെൽറ്റ ടി എടുക്കും, അപ്പൊ യൂണിറ്റ് പാടില്ല. ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. സോ ആൽഫയുടെ യൂണിറ്റ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കെൽവിൻ ഇൻവേഴ്സ് വരണം. സോ കെൽവിൻ ഇൻവേഴ്സ് ഓർ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ഇതൊക്കെ പറയും. സോ ഒരു സപ്പോസ് ക്വസ്റ്റ്യനിൽ തന്നു എന്താണ്, സെൽഷ്യസ് ഇൻവേഴ്സിലാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സിലാണ് ക്വസ്റ്റ്യനിൽ തന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മള് കെൽവിൻ ഇൻവേഴ്സിലോട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? സപ്പോസ് ആൽഫയുടെ വാല്യൂ തന്നു 2.5 ഇൻറ്റു 10⁻³ കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് തന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇതിലോട്ട് മാറ്റാൻ, കെൽവിൻ ഇൻവേഴ്സിലോട്ട് മാറ്റാൻ, അതായത് ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സിനെ കെൽവിൻ ഇൻവേഴ്സിലോട്ട് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? പ്ലസ് 273 ബൈ 273 അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ 273 വെച്ച്? ഹലോ, ആരാണ് ബാക്ക്ഗ്രൗണ്ടിൽ? ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് ഓഫ് ആക്കട്ടോ. ഹലോ, ഓക്കെ. അപ്പോ ഇതെന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ തന്നിട്ടുള്ള എന്താണ്, കെൽവിൻ ഇൻവേഴ്സ് ആണ് ഈ സംഭവം. ഓക്കെ, കെൽവിൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്താണ്? ഡെൽറ്റ ടി ആണ്. അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആകുമ്പോൾ കെൽവിനിലാണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സിലാണെങ്കിലും വാല്യൂ സെയിം തന്നെയാണ്. സപ്പോസ് 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 40 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഡെൽറ്റ ടി എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ
അത് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേനകത്ത് മാറുമ്പോഴുണ്ടാവുന്ന ചേഞ്ച് എത്രയാണ്? 10 കെൽവിൻ തന്നെയാണ്. 303 to 313 ആയിരിക്കും ഉണ്ടാവുന്ന ചേഞ്ച്. ഡെൽറ്റ ടി ആ കേസിലും 10 കെൽവിൻ തന്നെയാണ്. സോ വാല്യൂ മാറുന്നില്ല, രണ്ട് കേസിലും വാല്യൂ മാറുന്നില്ല. സോ അതുകൊണ്ട് ചേഞ്ച് വരുന്ന സിറ്റുവേഷനിൽ ഡിഗ്രി സെൽഷ്യസിന്റെയും കെൽവിന്റെയും ഒന്നും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് വേണ്ട? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഫാരൻഹീറ്റ് ആകുമ്പോൾ നമ്മൾ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഒരു ഫാരൻഹീറ്റ് അതായത് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും 1 കെൽവിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും എന്ത് തന്നെയാണ്? 1 കെൽവിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും എന്ത് തന്നെയാണ്? സെയിം ആണ് അല്ലെ? അതായത് 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ഉണ്ടാവുമ്പോൾ 1 കെൽവിൻ ചേഞ്ച് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഫാരൻഹീറ്റിലാവുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ച് ആണോ? 1 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. TF ഈസ് ഈക്വൽ ടു TC ഇൻറ്റു 9/5 പ്ലസ് 32. ഇത് കഴിഞ്ഞ വർഷം പഠിച്ച ഓർമ്മയില്ലേ? സോ അത് TC 1 ഇൻക്രീസ് ചെയ്യുമ്പോൾ TF എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? TF എത്ര ഇൻക്രീസ് ചെയ്യും? ഈ 32 മാറ്റൊന്നുമില്ല. TF 9/5 ഇൻക്രീസ് ചെയ്യും. അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. TC അതായത് സെൽഷ്യസിലെ ടെമ്പറേച്ചറും 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റിലെ, അതായത് TC+1 ഇട്ടാൽ മതി ഇതിനകത്ത്. അപ്പൊ 9/5 പുറത്തോട്ട് വരും. സോ ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ 9/5 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 9/5 ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ 1 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വലൻ ടു, അതായത് ചേഞ്ച് വെച്ച് പറയുമ്പോൾ 9/5 ഫാരൻഹീറ്റ് ആണ്. 9/5 ഫാരൻഹീറ്റ് ആണ്. സോ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, കൺവേർട്ട്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് എടുക്കേണ്ടി വരും? സോ ഫാരൻഹീറ്റിലോട്ട് ആക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പെർ ഡിഗ്രി സെൽഷ്യസിന് എഴുതും, അല്ലെങ്കിൽ പെർ ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ പെർ ഫാരൻഹീറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി 1 ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/9 ആണ്. 5/9 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്? 1 ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് എടുക്കുമ്പോൾ. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ ഫാരൻഹീറ്റ് എന്ന് തരികയാണെന്നുണ്ടെങ്കിൽ, താഴെ ഫാരൻഹീറ്റ് എന്ന് തരികയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അതെന്താണ്? താഴെ 5/9 വരുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പെർ ഡിഗ്രി സെൽഷ്യസിലോട്ട് ആക്കാൻ എന്തുകൊണ്ട് ചെയ്യേണ്ടി വരും? 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. വിൽ ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 9/5. ഓക്കെ. സോ ഫാരൻഹീറ്റിൽ തരാറില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. എനിവേ ചോദിച്ചത് നന്നായി. ഏതായാലും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വി വിൽ ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 9/5. ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കെൽവിൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. എന്നാൽ അടുത്തത്, അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി പറഞ്ഞു. അതേപോലെ തന്നെയാണ് റെസിസ്റ്റൻസും വേരി ചെയ്യാം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു, കാരണം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ ആണ്. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോയൽ ബൈ എ എന്നാണ്. സോ ഇതിനകത്ത് റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു L ബൈ എ അല്ലെ? L ബൈ എ എന്ന് പറയും. പക്ഷേ ഇതിനകത്ത് റോയൽ ബൈ എ എന്തായിരിക്കും? പഴയ റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. സോ ദിസ് വിൽ ബി R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. റെസിസ്റ്റൻസ് ഈസ് ആൾസോ R ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, എന്താണ് റെസിസ്റ്റൻസും അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി മാത്രമാണോ ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത്? അല്ല. റെസിസ്റ്റിവിറ്റി മാത്രമല്ല, ലെങ്ത്തും ഏരിയയും എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും അല്ലെ? ഏതൊരു സംഭവത്തിന്റെയും ലെങ്ത്തും ഏരിയയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ നമ്മളിവിടെ അത് തൽക്കാലം നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ലെങ്ത്തിലും ഏരിയയിലുള്ള ചേഞ്ച് തൽക്കാലം ഇവിടെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് സിഗ്നിഫിക്കന്റ് ആയിരിക്കില്ല. അത് വെരി ലെസ് ചേഞ്ച് ഇൻ ഡയമെൻഷന് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് കൊണ്ട് R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ആൽഫ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. സോ ദിസ് ഈസ് ഹൗ റെസിസ്റ്റൻസ് വേരി വിത്ത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി vary with the temperature. Okay.
സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ. ഇതുവരെ പറഞ്ഞ ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസിലാണ് പറഞ്ഞത്. ഓക്കെ, കണ്ടക്ടേഴ്സിന്റെ കേസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് നോക്കുക. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണുള്ളത്? ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഏതാണ്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, കണ്ടക്ടേഴ്സ് ഉണ്ട്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ടേംസിൽ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, ദേ ഡു നോട്ട് കണ്ടക്ട് എനി കറണ്ട്. സെമി കണ്ടക്ടേഴ്സ് മൈൽഡ് ആയിട്ട് കറണ്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അവരെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ കണ്ടക്ടേഴ്സ്, പിന്നെ ഉള്ളത് സൂപ്പർ കണ്ടക്ടേഴ്സ്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സിന്റെ കേസാണ് അടുത്തത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന്റെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, എന്താണ് സംഭവിക്കുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മള് കണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റൻസ് കൂടാനുള്ള റീസൺ ഫോർ ഇൻക്രീസിങ് റെസിസ്റ്റൻസ് വാസ് ടോ ഡിക്രീസ് ചെയ്യുന്നതായിരുന്നു അല്ലെ? ഐ ഇസ് ഈക്വൽ ടു NeA/VD യുടെ ടോ ഡിക്രീസ് ചെയ്യുന്ന. പക്ഷേ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടോക്ക് അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല. നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും, ഒരാറ്റത്തിനകത്ത് ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും, ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഈ കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോൺസ് ഷുഡ് ബി ലൂസ്ലി ബൗണ്ട്. വെരി ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാറ്റത്തിൽ നിന്ന് അടുത്തയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അല്ലെങ്കിൽ കണ്ടക്ടറിലൂടെ വിത്തിൻ ദി കണ്ടക്ടർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വെരി ലൂസ്ലി ബൗണ്ട് അല്ലേ? അത് സിമ്പിൾ ലോജിക് ആണ്. ടൈറ്റ്ലി ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഫ്രീ ആയിരിക്കില്ല, ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ്. സോ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ കേസിൽ അല്ലെങ്കിൽ സാധാരണ എല്ലാ മെറ്റീരിയൽസിന്റെ കേസിലും നമ്മൾ ഇങ്ങനെ എനർജി ബാൻഡ്സ് ആക്കും. കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. അത് സിമ്പിൾ എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു എനർജി ലെവലാണ്, അതായത് ഒരു ഹയർ എനർജി ലെവലായിരിക്കും. അതായത് നമുക്കറിയാം, കഴിഞ്ഞ വർഷം അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിന്റെ ഔട്ടർ ഷെല്ലിലോട്ട് പോകുന്തോറും ഇലക്ട്രോണിന്റെ എനർജി കൂടിക്കൂടി വരികയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ആറ്റംസിനകത്തൊക്കെ ഹൈഡ്രജന്റെ കേസിലൊക്കെ -13.6 Z²/n² എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ നെഗറ്റീവ് വാല്യൂ പുറത്തോട്ട് പോകുന്തോറും കുറഞ്ഞു വരും. സോ ബേസിക്കലി കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. മെറ്റൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ എന്തുണ്ടാവും? ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ മെറ്റൽസിന്റെ കേസിൽ ഇലക്ട്രോൺസിന് പഞ്ഞൊന്നുമില്ല, ഒരുപാട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാവും. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്തില്ല? എന്തിന്റെ എണ്ണം വളരെ കുറവാണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കുറവാണ്. അവരെവിടുന്ന് എനർജി കിട്ടിയിട്ട് എവിടുന്ന് ജമ്പ് ചെയ്യണം? വാലൻസ് ബാൻഡിൽ നിന്ന് എനർജി കിട്ടിയിട്ട് എക്സൈറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകണം? കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം അല്ലെ? അവർക്ക് എനർജി കിട്ടിയിട്ട് എക്സൈറ്റ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകണം. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന് മോർ ആൻഡ് മോർ കൈനറ്റിക് എനർജി കിട്ടുകയാണ്. ഇലക്ട്രോൺസിന് എങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസ് ക്യാൻ ജമ്പ് ടു കണ്ടക്ഷൻ ബാൻഡ്. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോർ എനർജി കിട്ടും, they can jump to conduction band, so there will be more electrons in the conduction band. Corresponding ആയിട്ട് ഇവിടെ ഹോൾസ് ഒക്കെ ഫോം ചെയ്യുന്ന പഠിക്കും. തൽക്കാലം നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. തൽക്കാലം എന്ത് പഠിച്ചാൽ മതി? ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ I is equal to നമുക്കറിയാം NeAV ആണ്. ഇതിനകത്ത് മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ ഈ V ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ വീക്ക് അല്ല സിഗ്നിഫിക്കൻസ് ഉള്ളത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിനകത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? ഇതിനകത്ത് എന്താ സംഭവിക്കുക? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായില്ലേ?
So in the case of semiconductors, just note in the case of semiconductors, as temperature increases, what happens? The resistance decreases. Resistance decrease ചെയ്യാണ് ചെയ്യുക. പിന്നെ ഉള്ളത് ഇതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Why not considering VD എന്ന് ചോദിച്ചാൽ VD-യിലുള്ള ചേഞ്ച് അത്രയും സിഗ്നിഫിക്കന്റ് അല്ല. കാരണം നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, വളരെ കുറച്ച് ചാർജ് കാരിയേഴ്സ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഉണ്ടാവുള്ളൂ. സോ അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഈ ചേഞ്ച് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നത്. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലുള്ള ചേഞ്ച് കാര്യമായിട്ട് അഫക്ട് ചെയ്യുന്നില്ല. ഇനി നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആയിട്ട് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പഠിക്കും. എന്ത് മാത്രമല്ല ഉള്ളത്, ഇലക്ട്രോൺസ് മാത്രമല്ല ഉള്ളത്, ഇതിനകത്ത് ചാർജ് കാരിയേഴ്സ് ആയിട്ട് ഇവിടെ ഒരു ഹോൾസും ഫോം ചെയ്യുന്ന പറയും. അതായത് ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് പോയ വാക്കൻസി, അതിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയാം. സോ അതും കൂടി കണ്ടക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഇലക്ട്രിക് കണ്ടക്ഷനിൽ. സോ അത് നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കും. അതിനോട്ട് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സംഭവമാണ് ഇത്. സെമി കണ്ടക്ടേഴ്സിൽ ഇത് ഓർത്ത് എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അടുത്തത് ഈ പറഞ്ഞൊക്കെ സെമി കണ്ടക്ടേഴ്സിൽ ഒന്നുകൂടി പറയും, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ. പിന്നെ അടുത്തുള്ളതാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഒരുപാട് റിസർച്ചസ് ഒക്കെ നടക്കുന്ന ഏരിയ ആണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന റീജിയൻ. സോ സൂപ്പർ കണ്ടക്ടേഴ്സും ഏതുപോലെ തന്നെയാണ്, മെറ്റൽസ് പോലെ തന്നെയാണ്. സോ സപ്പോസ് നമ്മൾ മെറ്റൽസിന്റെ കേസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഓൾമോസ്റ്റ് ലീനിയർ ആയിരിക്കും, എന്നാലും ചിലയിടത്തൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. സോ ഏതായാലും ഇങ്ങനെ സംഭവിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. പക്ഷേ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ എന്ത് ചെയ്യും, മാറും. അത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. അത് നമ്മൾ 280, 250, 200 അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ് സൂപ്പർ കണ്ടക്ടേഴ്സിലും കണ്ടക്ടേഴ്സിലൊക്കെ നടക്കുന്നത്. സോ എന്താണ് സംഭവിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും, കുറച്ച് വരികയാണ്, കൂട്ടല്ല, കുറച്ച് കൊണ്ടുവരികയാണ്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ their resistance suddenly becomes zero. റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും, suddenly becomes zero. They offer zero resistance to the current flow. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ റെസിസ്റ്റൻസ് സീറോ ആയി എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്തായിട്ട് മാറി, ഇൻഫിനിറ്റി ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് കോൾഡ്, സോ ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ. സോ below the critical temperature, the resistance becomes zero. Okay, resistance becomes zero. So temperature, superconductors-ന്റെ കേസിൽ എന്താണ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കണ്ടക്ടേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ഡിക്രീസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബട്ട് ബിലോ എ ടെമ്പറേച്ചർ കോൾഡ്, നോട്ട് ചെയ്ത് വെച്ചോ, ടെമ്പറേച്ചർ ഏതാണ്, ടെമ്പറേച്ചറിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയും അല്ലെ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ബിക്കംസ് സീറോ, റെസിസ്റ്റൻസ് എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ഓക്കെ. സോ ദാറ്റ് ഈസ് ദി കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ജസ്റ്റ് ഈ കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. ഇനി റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ്. സാധാരണ ജി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് ഇത്. റെസിസ്റ്റൻസ് പറഞ്ഞ അവിടെ എവിടെയെങ്കിലും റെസിസ്റ്റിവിറ്റിയുടെ താഴെ റെസിസ്റ്റൻസ് പറഞ്ഞല്ലോ, R=ρL/A, അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചു G is called conductance. അതെന്താണ്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ക്യാപിറ്റൽ G is equal to 1/R. സോ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്ത് വരും, ഓം ഇൻവേഴ്സ്
ഓം ഇൻവേഴ്സ് അതല്ലെങ്കിൽ പിന്നെ മോ എന്നൊക്കെ എഴുതാറുണ്ട്. ഓക്കെ, മോ എന്ന് പറയുന്നതൊക്കെ ഉള്ള യൂണിറ്റ് തന്നെയാണ്. തമാശ പറഞ്ഞല്ല, അങ്ങനെ യൂണിറ്റ് ഉണ്ട്. ഓം ഇൻവേഴ്സിന് മോ എന്ന് എഴുതാം. ഓമിനെ തിരിച്ചിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് ഓക്കെ അല്ലേ ഇതുവരെ പറഞ്ഞത്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. തൽക്കാലം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മൊഡ്യൂളിൽ ഇല്ല. തൽക്കാലം ഞാൻ NCERT-യിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ NCERT-യുടെ ബാക്കിൽ എക്സസൈസ് ഉണ്ടാവും, കയ്യിലുണ്ടെങ്കിൽ അത് നോക്കാം. എക്സസൈസിലെ എക്സസൈസ് 3.5 കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ 3.5 ആണ്. സോ NCERT ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ക്വസ്റ്റ്യൻ പറയാം തൽക്കാലം. റൂം ടെമ്പറേച്ചർ, അതായത് 27 ഡിഗ്രി സെൽഷ്യസ്. The resistance of an room temperature എന്ന് പറയുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിന്റെ resistance of a heating element. ഓക്കെ, ഹീറ്ററിലൊക്കെ സാധാരണ റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്താണ്? 100 ഓം ആണ്. 27 ഡിഗ്രി സെൽഷ്യസിന്റെ റെസിസ്റ്റൻസ് 100 ഓം ആണ്. What is the temperature of the element if its resistance is found to be 117 ohm? Given that temperature coefficient of resistivity is 1.7, അതായത് ആൽഫ എന്ന് പറയുന്നത് 1.7 into 10⁻⁻⁴ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. So what is the temperature at which resistance become 117 ohm? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇല്ലാത്തത് ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ചു NCERT എക്സസൈസ് 3.5, പിന്നെ നോക്കിയാൽ മതിയല്ലോ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഇതൊക്കെയാണ്. 27 ഡിഗ്രി സെൽഷ്യസിൽ 100 ഓം ആണ് റെസിസ്റ്റൻസ്. 117 ഓം ആവുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൽഫ വന്നിട്ടുണ്ട് 1.7. അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട്, 17 അല്ല, 1.7 into 10⁻⁻⁴ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. വാട്ട് ഈസ് ദാറ്റ് ടെമ്പറേച്ചർ? ഇതാണ് ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്ത്. ആർച്ചൊക്കെ ക്യാമറ ഓഫ് ആക്കി വെച്ച്, അല്ലെങ്കിൽ ബാൻഡ് എടുത്ത് പറയുന്നു. രോഹിത് ഇല്ലേ? രോഹിത് കുമാർ ആബ്സെന്റ്. ആ അതെന്താ? ഓക്കെ, 1027 എന്ന് പറയുന്നുണ്ട്, നോക്കാം. ഓക്കെ, 1027 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ R equal to R0 into 1 plus alpha delta T. സോ R എത്രയാണ്? How much is R? 117 ആണ് ഫൈനൽ ടെമ്പറേച്ചർ. ഇനീഷ്യലി 100 ആയിരുന്നു. 1 പ്ലസ് ആൽഫ എന്ന് പറയുന്നത് എത്രയാ? 1.7 into 10⁻⁻⁴. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഡെൽറ്റ ടി തന്നെ എഴുതാം. ഓക്കെ, ദിസ് വിൽ ബി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ 100 പ്ലസ് 1.7 into 10⁻⁻² എന്നുണ്ടാവും. സോ ഇവിടെ ബാക്കി 17 ഉണ്ടാവും. 1.7 into 10⁻⁻² into delta t. So delta t is equal to 1000 എന്ന് കിട്ടും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 1000 ആണ്. ഇനീഷ്യലി 27 ഉണ്ടായിരുന്നു, ചേഞ്ച് 1000 വരണമെന്നുണ്ടെങ്കിൽ ഫൈനല്
1027 degrees Celsius. So final temperature is 1027 degrees Celsius. Okay. So that's it. That is that question. So അതാണ് temperature dependence of resistivity എന്ന് പറയുന്നത്. Okay. Okay. എന്നാലും നമ്മൾ അടുത്ത നമ്മളെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിലോട്ടൊക്കെ കടക്കാം. ഇതുവരെ കുറച്ച് ഡ്രൈ ഏരിയാസ് ആയിരുന്നു. ഇനിയാണ് സർക്യൂട്ട് സോൾവിങ് ആ സംഭവങ്ങളൊക്കെ വരുന്നത്. എന്നാൽ അടുത്തത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. സോ ഇത് മുമ്പ് പഠിച്ചതാണ് അല്ലെ, 9th-ലോ 10th-ലോ എങ്ങാണ്ട് പഠിച്ച സംഭവങ്ങൾ തന്നെയാണ്. സോ ബേസിക്കലി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. സോ ഫസ്റ്റ് നമുക്ക് സീരീസ് കോമ്പിനേഷൻ നോക്കാം. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ. സോ എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിന്റെ എൻഡിൽ നിന്ന് എന്ത് ചെയ്യണം, മറ്റേത് സ്റ്റാർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് കോൾഡ് എ സീരീസ് കോമ്പിനേഷൻ. സോ കണക്റ്റഡ് അക്രോസ് എ ബാറ്ററി ആണ്. സോ ഇതൊരു വോൾട്ടേജ് വി ആണ്, ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R1, ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R2. ഇത് മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ്, സപ്പോസ് ഇത് 3 ohm ആണ്, ഇത് 2 ohm ആണ്. വാട്ട് ഈസ് ഇക്വലന്റ് റെസിസ്റ്റൻസ്? മുമ്പ് പഠിച്ചല്ലേ, ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞേ സീരീസ് കോമ്പിനേഷനിൽ. 5 ohm അല്ലേ, 5 ohm 10th-ലൊക്കെ പഠിച്ചതാണ്. സോ അതുകൊണ്ട് അധികം ഇത് പറയുന്നില്ല. 5 ohm ആണ്. സോ വാട്ട് ഈസ് മെൻ ബൈ 5 ohm? എന്താണ് ഈ 5 ohm എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് മീനിങ്? 3+2 ആണ് 5 ഈ കേസിൽ. സോ ഈ 5 ohm എന്ന് പറയുന്നത് ഈ കേസിൽ ഈ 3-നെയും 2-നെയും നമ്മൾ ഒരു 5 ohm വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലും ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഈ 3-ഉം 2-ഉം കണക്ട് ചെയ്യുന്നതിന് പകരം if you replace these 3 and 2 by a single resistance called 5 ohm, 5 ohm resistance ഉള്ള ഒരു റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. ഈ കേസിൽ ഉണ്ടാവുന്ന കറണ്ട് എത്രയായിരിക്കും? ടോട്ടൽ റെസിസ്റ്റൻസ് 5 ആണ്, 10 വോൾട്ട് ആണ് ബാറ്ററി. സോ 2 ആംപിയർ കറണ്ട് ആണ് ഈ കേസിലുള്ളത്. ഇനി ഇത് രണ്ടും മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു 5 ohm കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തുതന്നെയായിരിക്കും കറണ്ട്? ഈ കേസിൽ കിട്ടുന്ന 2 ആംപിയർ തന്നെയായിരിക്കും കറണ്ട്. സോ ആ 5 ohmന് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇക്വലന്റ് റെസിസ്റ്റൻസ്? ഇഫ് യു റീപ്ലേസ് ദിസ് R1 ആൻഡ് R2 ബൈ എ സിംഗിൾ റെസിസ്റ്റർ, ഒരു സിംഗിൾ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദി കറണ്ട് ഇൻ ദിസ് സിറ്റുവേഷൻ, ആ സിംഗിൾ റെസിസ്റ്റർ, അതായത് ഈ 5 ohm വെച്ച് റീപ്ലേസ് ചെയ്താലും 3 ohm 2 ohm വെച്ചാലും കിട്ടുന്ന കറണ്ട് രണ്ട് സിറ്റുവേഷനിലും എന്തുതന്നെയായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, സോ അതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, R ഇക്വലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, I എന്ന് പറയുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു, വരുന്നു എന്ന് വിചാരിച്ചു. ഈ കേസിലും കറണ്ട് തന്നെയായിരിക്കണം, I തന്നെയായിരിക്കണം. ഓക്കെ, സോ ഇവിടെ എത്തുന്ന കറണ്ടിന് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേറെ വഴിയൊന്നുമില്ല, ആകെ ഒരു സർക്യൂട്ടിലൂടെ മാത്രമേ പാസ് ചെയ്ത് പോകാനുള്ളൂ. സോ ഇവിടുന്ന് വരുന്ന, അതായത് ഫസ്റ്റ് കേസിൽ ഇവിടുന്ന് വരുന്ന I R1-ലൂടെയും R2-ലൂടെയും പാസ് ചെയ്ത് പോകും. സോ R1-ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എടുക്കാം, R2-ന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 എടുക്കാം അല്ലേ. സോ വാട്ട് ഈസ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അത് V ആണ്. അത് ഇതിനെ അക്രോസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോയി R1-ന് അക്രോസും R2-ന് അക്രോസും. സോ V ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? V1 പ്ലസ് V2 എന്ന് എഴുതാം. ഓക്കെ, so what is V1? It is the potential difference across R1. So what is the potential difference across R1? Current through R1 plus into R1 plus potential difference across R2 will be current through R2, that is I into R2. രണ്ടിലും current എന്തായിരിക്കും? സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ current in both will be same ആയിരിക്കും. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫുള്ളും ആർക്ക് അക്രോസ് തന്നെയാണ്, ആർ ഇക്വലന്റിന് അക്രോസ് തന്നെയാണ്. സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇക്വലന്റ് എന്ന് കിട്ടും. ഓക്കെ, ഐ ഇൻറ്റു ആർ ഇക്വലന്റ്. സോ ദിസ് വിൽ ബി ഐ ഇൻറ്റു ആർ ഇക്വലന്റ്. വിന് എന്ത് എഴുതാം, ഐ ഇൻറ്റു ആർ ഇക്വലന്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻസൽ ചെയ്ത് പോവും. ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആർ ഇക്വലന്റ് ഇൻ സീരീസ് കോമ്പിനേഷൻ ഈസ് R1 പ്ലസ് R2. അല്ലെങ്കിൽ മോർ ദാൻ 1 റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, മോർ ദാൻ 2 ഒക്കെ ഉണ്ടെങ്കിൽ സിഗ്മ RI. ഓരോന്നും എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ RI ചെയ്താൽ എന്ത് കിട്ടും, സീരീസ് കോമ്പിനേഷനിലുള്ള ഇക്വലൻ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സീരീസ് കോമ്പിനേഷനിലുള്ള ഇക്വലൻ റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, നൗ സീരീസ് കോമ്പിനേഷനിൽ എന്താണ് കറണ്ട് വരിക, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, വാട്ട് വിൽ ബി ദി കറണ്ട് ഇൻ സീരീസ് കോമ്പിനേഷൻ. ചെറുതാക്കി വെക്കുന്നുണ്ട് സൈഡിൽ, കാണുന്നുണ്ടോ അത്? കാണുന്നില്ലേ? ഓക്കെ, സോ സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് എന്ത് വരും നോക്കാം. ഐ ഈസ് ഈക്വൽ ടു, ഇതിനകത്തുനിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ബൈ ആർ ഇക്വലന്റ് എന്ന് കിട്ടും. രണ്ടാമത്തെ ഫിഗറിന് വി ബൈ ആർ ഇക്വലന്റ്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇക്വലന്റ് ചെയ്യുകയാണെങ്കിൽ വി ബൈ R1 പ്ലസ് R2. ഓക്കെ, നൗ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇതിനകത്ത് രണ്ട് റെസിസ്റ്റൻസിലും എന്താണ്, എന്ത് സെയിം ആണ്, കറണ്ട് സെയിം ആണ്, വി ബൈ R1 പ്ലസ് R2 ആണ്. പക്ഷെ എന്ത് ഡിഫറെന്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെന്റ്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിന് അക്രോസും എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ R1 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് V1, ദാറ്റ് ഈസ് I ഇൻറ്റു R1 ആണ്. സോ I എന്ന് പറയുന്നത് എന്താണ്, V ബൈ R1 പ്ലസ് R2 ഇൻറ്റു R1 ആണ്. സിമിലർലി V2 എന്ന് പറഞ്ഞാൽ എന്താണ്, R2 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V by R1 plus R2 into R2. Or V1 by V2 is equal to R1 by R2. I into R1 by I into R2 divided by. So in the case of series combination, potential divides in the ratio of resistance. Potential divide ചെയ്യുന്നത് resistance in the same ratio potential divide. So കറണ്ട് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതല്ല കറണ്ട് കണ്ടുപിടിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് R1 അക്രോസ് പോകുന്നത്, വിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് R2 അക്രോസ് പോകുന്നത്. സോ V1 ഈസ് ടു V2 ഈസ് R1 ഈസ് ടു R2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം, ഇപ്പോൾ 5:3 റേഷ്യോയിൽ ഒരു ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യാം, ആദ്യം 5+3 കൊണ്ട് ആ ക്വാണ്ടിറ്റീനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ R1 ഈസ് ടു R2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. R1 ഈസ് ടു R2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ R1 പ്ലസ് R2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇൻറ്റു R1 ചെയ്താൽ ആ റേഷ്യോ കിട്ടും, ഇൻറ്റു R2 ചെയ്താൽ രണ്ടാമത്തെ സംഭവം കിട്ടും. ഓക്കെ, സോ അതാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഇനി അടുത്തത് പാരലൽ കോമ്പിനേഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോവാം. ഇനി സീരീസ് കോമ്പിനേഷനിൽ സപ്പോസ് എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആണ്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് എല്ലാം. അങ്ങനെ ഒരു n റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഇക്വലന്റ് റെസിസ്റ്റൻസ്, NR അല്ലെ, n ടൈംസ് R അല്ലെ, n ടൈംസ് R എന്ന് വരും. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, അത്ര നോട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പാരലൽ കോമ്പിനേഷന്റെ കേസിൽ നോക്കും, പാരലൽ കോമ്പിനേഷനിൽ പല കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. പാരലൽ കോമ്പിനേഷൻ, എബിൻ ജോസിന് എന്താ ഡൗട്ട്? ഡൗട്ട് ചോദിക്കണം ചോദിച്ചോ? ഹലോ, ഡൗട്ട് ഉണ്ടോ എബിൻ ജോസ്? It was a mistake, sir. ഓക്കെ, നീ മ്യൂട്ട് ചെയ്തോട്ടോ.
ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ അടുത്ത പാരലൽ കോമ്പിനേഷൻ ആണ്. സോ പാരലൽ കോമ്പിനേഷനിൽ എന്താണ്, എൻ പോയിന്റ്സ് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടിന്റെയും എൻ പോയിന്റ്സ് സെയിം ആണ്. ഈ റെസിസ്റ്റൻസിന്റെ R1ന്റെയും R2ന്റെയും എൻ പോയിന്റ്സ് എന്ത് തന്നെയാണ്? എ ആണ്. ഇത് ബി ആണെന്നുണ്ടെങ്കിൽ ദി എൻ പോയിന്റ്സ് ഓഫ് ബോത്ത് ദി റെസിസ്റ്റൻസസ് ആർ സെയിം. നമ്മൾ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം എപ്പോഴും പോയിന്റ്സിന് അക്രോസ് ആണ്. രണ്ട് പോയിന്റ്സിന് അക്രോസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. So what is the potential difference across R1 ചോദിച്ചാൽ that is the potential difference between A and B. What is the potential difference across R2 ചോദിച്ചാൽ that is also potential difference between A and B. അപ്പൊ എന്താണ്, രണ്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എയും ബിയും സെയിം ആയതുകൊണ്ട് രണ്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ കേസിൽ എന്തായിട്ട് മാറുന്നത്? സെയിം ആയിട്ട് മാറുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു I എന്ന് പറയുന്ന കറണ്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. സോ വി ഐ ആർ ഇക്വലന്റ്. ഓക്കെ, ഇനി ഇവിടെ എത്തുന്ന കറണ്ട് രണ്ട് പാത്തിലൂടെ പാസ് ചെയ്ത് പോകാം. സോ അവിടെ എത്തുന്ന കറണ്ടിന് എന്ത് ചെയ്യേണ്ടി വരും? R1ലും R2ലും എത്തുമ്പോൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് പോകേണ്ടി വരും. സോ ഇവിടെ എത്തുന്ന കറണ്ട് I2, ഇവിടെ എത്തുന്ന കറണ്ട് I1 ആയിട്ട് മാറും. സോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ എന്തായിരുന്നു ഡിവൈഡ് ചെയ്ത് പോകുന്നത്? R1ലും R2ലും അക്രോസ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് രണ്ടിനും അക്രോസ് ഡിവൈഡ് ചെയ്ത് പോയത്. കറണ്ട് സെയിം ആയിരുന്നു. ഈ കേസിൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടിനും അക്രോസ് സെയിം ആണ്, ബട്ട് കറണ്ട് ഈസ് ഡിഫറെന്റ്. കറണ്ട് ഡിഫറെന്റ് ആണ് ഈ കേസിൽ. സോ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച്? എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. വാട്ട് ഈസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെല്ലും ഏത് രണ്ട് പോയിന്റിനെ അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാറ്ററി. അതും എക്കും ബിക്കും അക്രോസ് തന്നെയാണ്. കാരണം അതിന്റെ ഇടയിൽ വേറെ കമ്പോണന്റ് ഒന്നും വന്നിട്ടില്ല. ആകെ ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു വയറാണുള്ളത്. അതിന്റെ ഇടയിൽ വേറെ റെസിസ്റ്റൻസ് വന്നാലോ വേറെ ഏതെങ്കിലും എക്യുപ്മെന്റ് വന്നാലോ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വന്നാൽ സെല്ല് എക്കും ബിക്കും അക്രോസ് ആണ് കണക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എക്കും ബിക്കും ഇടയിൽ എന്ത് മാത്രമേ ഉള്ളൂ? സെല്ല് നേരെ എയിലോട്ടും ബിയിലോട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി വന്നാൽ സെല്ലിന് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഏതാണെന്ന് പറയാൻ പറ്റില്ല. എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ആസ് ഓഫ് നൗ അവിടെ അങ്ങനെ ഒരു റെസിസ്റ്റർ ഇല്ല. സോ അവിടെ വേറെ കമ്പോണൻസ് ഒന്നും ഇല്ല. സോ സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. നൗ വാട്ട് ഈസ് ദി കറണ്ട് ഹിയർ? ഈ സിറ്റുവേഷനിൽ കറണ്ട് എന്ത് വരും? V by R equivalent. Okay. Now what is the current through? What is the total current? I is equal to I1 plus I2 ആണ്. ഇവിടെ ഏതാണെങ്കിൽ അല്ലെ, അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോയ കറണ്ട് ആണ്. I1 plus I2 ആണ് എന്ത് I എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് I1? I1 എന്ന് പറഞ്ഞാൽ എന്താ? R1ലൂടെയുള്ള കറണ്ട് ആണ്. വാട്ട് ഈസ് ദി കറണ്ട് ത്രൂ R1? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R1. So what is the potential difference across R1? That is the potential difference across A and B. That is same as that of the cell. Cellum എക്കും ബിക്കും അക്രോസ് തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. So that will be V by R1. R1 across ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ കേസിൽ സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. പ്ലസ് I2 എന്ന് പറയുന്നത് V by R2. അപ്പുറത്തുനിന്ന് എന്താ എഴുതാം? V by R equivalent. So ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടുക? What do we get from this? ഇതിനകത്ത് എന്താണ് കിട്ടുന്നത്?
V will go. V cancel ചെയ്ത് പോകും. 1 by R equivalent is equal to 1 by R1 plus 1 by R. Or 1 by R equivalent is equal to sigma 1 by Ri. More than 2 resistances ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. Okay, 1 V by Ri. Or 2 റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് R equivalent is equal to R1 R2 by R1 plus R2. ഇല്ലോട്ടുണ്ടോ? ഇല്ലല്ലോ. 1 by R equivalent എന്താണ്? R1 plus R2 divided by R1 R2 എന്ന് വരും. റെസിപ്രോക്കൽ എടുത്താൽ R1 R2 by R1 plus R2. Okay. So that is parallel combination. ഇതൊക്കെ അറിയുന്ന സംഭവങ്ങളാണ്. ജസ്റ്റ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഇതിനകത്ത് നേരത്തെ എന്തായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? പൊട്ടൻഷ്യൽ ആയിരുന്നു സീരീസ് കോമ്പിനേഷനിൽ ഡിവൈഡ് ചെയ്തത്. ഇവിടെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നത്? കറണ്ട് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. സോ കറണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു നോക്കാം. സോ ടോട്ടൽ കറണ്ട് I, how does the current divide? So I is equal to I1 plus I2. I is equal to I1 plus I2 ആണ്. പിന്നെ രണ്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. Okay, so what is the potential difference across R1? That is I1 R1. That is equal to I2 R2. I2 R2. So ഇതിനകത്ത് രണ്ടും കൂടി സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്താം? I2 എന്ത് ചെയ്യാം? ഇക്വേഷൻ 1, ഇക്വേഷൻ 2. I2 എന്ത് ചെയ്യാം? I1 R1 by R2 എന്ന് എഴുതിയിട്ട് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അങ്ങനെ രണ്ടും കൂടി സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും I1 is equal to I into R2 divided by R1 plus R2. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ വേറെ മെത്തേഡും പറയാം. I2 is equal to I into R1 divided by R1 plus or I1 by I2 is equal to R2 by R1. So in the case of parallel combination, current divides in the opposite ratio of അല്ലെങ്കിൽ in the inverse ratio of resistances. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സീരീസ് കോമ്പിനേഷനിലെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? റെസിസ്റ്റൻസിന്റെ സെയിം റേഷ്യോയില് അവിടെ കറണ്ട് സെയിം ആയിരുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്, കറണ്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ കറണ്ട് ഈസ് ഡിവൈഡിങ് ഇൻ ദി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ്. ഈ I1 by I2 is equal to R2 by R1 എന്ന് പറയുന്ന ഇക്വേഷൻ 2 ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇക്വേഷൻ 2 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ ടോട്ടൽ കറണ്ട് I ആണ്. അതിനെ R2 by R1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഐനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആ റേഷ്യോന്റെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. I by R1 plus R2. സപ്പോസ് നമുക്ക് ഇത് ഞാൻ കുറെ ക്ലാസ്സിൽ പറഞ്ഞാണ്. സപ്പോസ് 10 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെ നമുക്ക് 5:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 5:3 റേഷ്യോയിൽ അല്ലെങ്കിൽ 5:3 വേണ്ട, കുറച്ച് ഇതാണ്, 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? 10 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 2 + 3 ചെയ്യാം. ആ 2 എന്ന് പറയുന്ന സെഗ്മെന്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്യാം. 10 ഡിവൈഡ് ബൈ 2 + 3 ഇൻറ്റു 2. ഓക്കെ, മറ്റേതോ 10 ഡിവൈഡ് ബൈ 2 + 3 ഇൻറ്റു 3 ചെയ്താൽ മറ്റേതും കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 4 എന്ന് കിട്ടും, മറ്റേത് 6. സോ 10നെ 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 ഡിവൈഡ് ബൈ സം ഓഫ് ദി റേഷ്യോസ്. ആ 2 എന്ന് പറയുന്ന സംഭവത്തിന് അതിന് ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക. 3 എന്ന് പറയുന്ന സംഭവത്തിന് അതുകൊണ്ട് ചെയ്യുക. സോ അത് നമ്മുടെ കറണ്ടിന്റെ കേസിലും ചെയ്യുന്നത്. ഓക്കെ, കറണ്ട്, ടോട്ടൽ കറണ്ട് ഐനെ R2:R1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സോ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഐന് എന്ത് ചെയ്യാം? R1 plus R2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് R2 പോർഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്? I1 കൊടുക്കേണ്ടത്. സോ ഇൻറ്റു R2 ആണ് I1 ചെയ്യേണ്ടത്, ഇൻറ്റു R1 ആണ് I2 ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസസ് ഇൻറ്റു ദി അതർ റെസിസ്റ്റർ ആണ്. I2 എന്ന് പറയുന്നത് ഇൻറ്റു R1 ആണ് വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മള്
ഇതിലോട്ട് പോവാം. ഇനി പാരലൽ കോമ്പിനേഷനിൽ ചില ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് പറയാം. നോട്ട്സ് പറഞ്ഞിട്ട് വേണമെങ്കിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ പാരലൽ കോമ്പിനേഷനിൽ ഇൻ ദി കേസ് ഓഫ് ഇത് പറയുന്ന ഒക്കെ പാരലൽ കോമ്പിനേഷൻ ആണ്. ഇൻ പാരലൽ കോമ്പിനേഷൻ R equivalent will be smaller than the smallest അല്ലെങ്കിൽ less than the least ആയിരിക്കും. Will be less than the least. What does it mean? What does it mean? Equivalent resistance എന്തായിരിക്കും? ആ കൂട്ടത്തിലുള്ള ചെറുതിനേക്കാളും ചെറുതായിരിക്കും. സപ്പോസ് 2ഉം 3ഉം പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇതിനകത്ത് ഏതാ ചെറുത്? 2 ആണ് ചെറുത്. 2നേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അത് സിമ്പിൾ ഡെറിവേഷൻ ആണ്. R equivalent എന്ന് പറയുന്നത് എന്താണ്? R1 R2 by R1 plus R2 ആണ്. So that is R1 into R2 by R1 plus R2 ആണ്. മനസ്സിലായോ? അതായത് R1 മാത്രം സൈഡിലോട്ട് മാറ്റി വെച്ചു. സോ ഈ ക്വാണ്ടിറ്റി ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി എന്താണ്? R2 by R1 plus R2 ആണ്. സോ അതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും കൂടുതലല്ലേ R2 by R1 plus R2 എന്ന് പറയുന്നത്? R2 മാത്രമുള്ള ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ R1 plus R2 ഉണ്ട്. സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ 1. ആ ക്വാണ്ടിറ്റി എന്താണ്? ലെസ് ദാൻ 1 ആയിരിക്കും ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. സോ R1 into ആ ക്വാണ്ടിറ്റി ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ലെസ് ദാൻ R1. ഇനി R1 പുറത്തെടുത്ത പോലെ തന്നെ എന്ത് പുറത്തെടുക്കാം? R2 പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ we will get it will be less than R2. So basically ഇതാണ് R equivalent will be less than both. R equivalent will be less than R1. R equivalent will be less than R2. രണ്ടിനേക്കാളും ചെറുതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറുതിനേക്കാളും ചെറുതായിരിക്കും, എല്ലാത്തിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, സോ അതാണ് പാരലൽ കോമ്പിനേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് നോട്ട്. ഇത് ഞാൻ ഈവനിംഗ് ബാച്ചിൽ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഏതായാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, in the case of parallel combination, the equivalent resistance will be, what will be the equivalent resistance? Will be less than the least. ഏറ്റവും ചെറുതിനേക്കാളും ചെറുതായിരിക്കും equivalent resistance എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ഈക്വൽ റെസിസ്റ്റൻസസ് അല്ലെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസസ് പാരലലി കണക്ട് ചെയ്യണമെങ്കിൽ, സപ്പോസ് n ഈക്വൽ റെസിസ്റ്റൻസസ്, എല്ലാത്തിന്റെയും വാല്യൂ R, ഈക്വൽ റെസിസ്റ്റൻസസ് പാരലലി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ what will be the equivalent resistance? പറഞ്ഞേ, equivalent resistance എന്തായിരിക്കും? Say n equal resistances, n terms, n equal resistances എന്ത് ചെയ്യാണ്? പാരലലി കണക്ട് ചെയ്യാണ്. What will be the equivalent resistance? പറഞ്ഞേ. equivalent resistance ആണ് n by r എന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ പേര്. n by r ആണോ വരും? ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ. ഓക്കെ, r by n ആണ് വരിക, n by r അല്ല. ഇറ്റ് വിൽ ബി r by n. കാരണം 1 by r equivalent, 1 by r equivalent ആണ് എന്തെന്ന് പറയുന്നത് 1 by r plus 1 by r plus etc up to n terms വരാം. So this will be 1 by r equivalent is equal to r by n, or r equivalent is equal to 1 by r equivalent is equal to n by r, r equivalent is equal to r by n എന്ന് വരും. സോ രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ഈക്വൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? by 2 ആയിരിക്കും, r by 2 ആയിരിക്കും. മൂന്നെണ്ണം കണക്ട് ചെയ്തു, r by 3 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കോമ്പിനേഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ഓർത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെ എന്താ വെച്ചാൽ എല്ലായ്പ്പോഴും നമുക്ക് ഇതിങ്ങനെ ആലോചിച്ചുണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ പ്രോബ്ലംസ് വരുമ്പോൾ ചില സർക്യൂട്ടൊക്കെ വലിയ വലിയ കുറെ റെസിസ്റ്റൻസസ് ഉണ്ടാവും, ഒരുപാട് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈക്വൽ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുക.
അപ്പോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ചെയ്ത് നോക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. ഈക്വൽ ആണെന്ന് കണ്ടാൽ നേരെ ബൈ എന്നെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പ്രോബ്ലംസിന് വേണ്ടിയിട്ട്. മൂന്നാമത്തെ പോയിന്റ്, കണക്ട് ചെയ്യുന്നത് എന്താണ്? ആറും മറ്റേത് എന്താണ്? NR ആണ്. NR എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് മറ്റേ റെസിസ്റ്റൻസ്. അടുത്ത റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് റെസിസ്റ്റർ. ഫസ്റ്റ് റെസിസ്റ്ററിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ 2ഉം 4ഉം അല്ലെങ്കിൽ 2ഉം 6ഉം. സോ 2ന്റെ എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ് മറ്റേത്. സോ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ത് വരിക? ഒന്ന് കണ്ടുപിടിച്ചേ. R1 R2 by R1 plus R2 വെച്ച് R equivalent is equal to ഒന്ന് പറഞ്ഞേ. NR into R divided by അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? കിട്ടിയ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അതായത് R/N+1 ആണോ? NR/N+1 അല്ലെ? NR/N+1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ് ആൻസർ. സോ ഈ കേസിൽ R ഇക്വലന്റ് എന്ന് പറയുന്നത് NR into R divided by NR plus R എന്ന് വരും. സോ താഴെ നിന്ന് R കോമൺ എടുത്താൽ മുകളത്തെ ഒരു R കട്ട് ചെയ്ത് കളയാം. സോ R equivalent is equal to NR/N+1. സോ NR/N+1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അല്ല, ആ ഇക്വേഷൻ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സോ ഈ NR എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് വലിയ ആള്, അല്ലെങ്കിൽ എത്ര ടൈംസ് ആണോ ആ വലിയ സംഭവം, ഡിവൈഡഡ് ബൈ N+1 എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ടൈംസ് ആണോ +1, എത്ര ടൈംസ് ആണോ +1. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് 4ഉം 8ഉം എന്ത് ചെയ്യാണ്? പാരലൽ കണക്ട് ചെയ്യാണ്. സോ അതിനകത്ത് 4ന്റെ 2 ടൈംസ് ആണ് 8 എന്ന് പറയുന്നത്. സോ മോളിൽ വരേണ്ട ടേം എന്താണ്? വലിയ ടേം. വലുത് ആരാണോ അയാൾ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ചെറുതും എടുക്കാം, പക്ഷെ അപ്പൊ ഫ്രാക്ഷൻ ആയിരിക്കും വരിക. സോ വലുത് ആരാണോ അത് ബൈ എത്ര ടൈംസ് ആണോ അത് +1. സോ 4ഉം 8ഉം വന്നാൽ അതിനകത്ത് വലുതാരാ? 8 ബൈ എത്ര ടൈംസ് ആണ് അത്? 2 ടൈംസ് ആണ് +1. സോ 8/3. ഓക്കെ, 8/3. ഇനി അതേപോലെ ഇപ്പൊ 4ഉം 12ഉം വന്നു. 4ഉം 12ഉം വന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്. 4ഉം 12ഉം വന്നു. 4ഉം 12ഉം പാരലൽ കണക്ട് ചെയ്തു. എന്തായിരിക്കും? 12 ഡിവൈഡ് ബൈ എത്ര ടൈംസ് ആണോ +1. എത്ര ടൈംസ്? 3 ടൈംസ് +1. സോ 12 ഡിവൈഡ് ബൈ 4 അല്ലേ? സോ അതേപോലെ തന്നെ നമ്മളിപ്പോ എന്താണ് 4ഉം അല്ലെങ്കിൽ 2ഉം 16ഉം വന്നു. 2ഉം 16ഉം വരികയാണെങ്കിൽ എന്തായിരിക്കും അപ്പൊ വരിക? 2ഉം 16. 2 and 16. സോ എത്ര ടൈംസ് ആണ്? എത്ര ടൈംസ് ആ 2ന്റെ? 8 ടൈംസ് ആണ്. സോ 16 വലുത് ഡിവൈഡ് ബൈ 8 ടൈംസ് +1. സോ 16/9. ഓക്കെ, സോ അതാണ് ആ കേസ്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണോ എന്ന് വെച്ചാൽ അല്ല. പക്ഷെ വലിയ വലിയ സർക്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഇത്ര ടൈംസ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിക്കോളന്നില്ല. സോ അതുകൊണ്ടാണ് പാരലൽ കോമ്പിനേഷനിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, സോ ജസ്റ്റ് നോട്ടായിട്ട് ഓർത്ത് വെക്കുക. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാന് മറ്റേ ബാച്ചിൽ 2 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻസ് ഞാൻ മറന്നുപോയി. അതായത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഏതായാലും 2 ബാച്ചുകൾ എഴുതിക്കും. ഒരു ക്വസ്റ്റ്യൻ $8 volt. ഓക്കെ, സോ ഇവിടെ കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഇല്ലാന്ന് വിചാരിക്കും. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ഫൈൻഡ് കറണ്ട് കണ്ടുപിടിക്കണം. രണ്ടാമത്തത്
കറണ്ട് ത്രൂ 6 ohm റെസിസ്റ്റർ. ഇവിടെ കണക്ഷൻ ആണ് കേട്ടോ, ചെറിയ ഗ്യാപ്പ് കണ്ടിട്ട് അവിടെ അതിലൂടെ പോലാന്ന് പറയുന്നത്. 6 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ത്രൂ 6 ohm റെസിസ്റ്റർ. രണ്ടാമത്തെ കറണ്ട് ത്രൂ അല്ലെങ്കിൽ ഈച്ച് റെസിസ്റ്റർ എന്നായിക്കോട്ടെ, എല്ലാ റെസിസ്റ്ററിലൂടെയുള്ള കണ്ടുപിടിച്ചു. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. Potential difference across 3 ohm resistor. Potential difference across 3 ohm resistor. Equivalent resistance പെട്ടെന്ന് പറഞ്ഞേ. Equivalent resistance എത്രയാ പറഞ്ഞേ? അവിടെ 6 ഉം 3 ഉം പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം equivalent resistance 4 എന്ന് കിട്ടിയിട്ടുണ്ട്. 6 ഉം 3 ഉം പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ എത്രയാ വരാ അപ്പോ? 6 ഉം 3 ഉം കൂടി പറഞ്ഞേ. 6 ഉം 3 ഉം 2 വരും അല്ലേ? That will be 2. 6 ഉം 3 ഉം സീരീസ് ആണോ പാരലൽ ആണോ? രണ്ടിന്റെയും എൻഡ് സെയിം ആണ്. അത് 2 ആണെന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി അല്ലേ? എന്താണ് 3യുടെ 2 ടൈംസ് ആണ് 6. സോ വലുത് ഡിവൈഡ് ബൈ എത്ര ടൈംസ് ആണോ +1, 2 ടൈംസ് ആണ്. സോ 6 ഡിവൈഡ് ബൈ 2 + 1 2 എന്ന് കിട്ടും. പിന്നെ ആ 2നോട് ഈ കോമ്പിനേഷന്റെ റെസിസ്റ്റൻസ് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. എല്ലാവർക്കും കിട്ടിയില്ലേ? ആ 2നോട് എന്ത് ചെയ്താൽ മതി? അപ്പുറത്തെ 2 കൂടി ആഡ് ചെയ്താൽ. ഇനി അതെന്താണ്? അപ്പോ സർക്യൂട്ട് ഇങ്ങനെ വരും. ഇത് 2, this is also 2. ഇവിടെ 8 വോൾട്ട്. ഇനി ഈക്വൽ റെസിസ്റ്റൻസ് പറഞ്ഞേ. ഇനി മൊത്തത്തിൽ എന്താണ് സീരീസ്? ഇനി എന്താണ് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ. ഈക്വൽ റെസിസ്റ്റൻസ് will be 4 ohm. കറണ്ട് എത്രയാ അപ്പോ? കറണ്ട് എത്രയാണ്? ഹോം റെസിസ്റ്റർ കറണ്ട് 2 ആംപിയർ. 8 വോൾട്ട് ഡിവൈഡ് ബൈ R ഇക്വലന്റ് ചെയ്താൽ നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ്. 2 ആംപിയർ. പിന്നെ ഓരോ ബ്രാഞ്ചിനോടുള്ള കറണ്ട് പറഞ്ഞേ. ഫസ്റ്റത്തെ 2 ohm, അതായത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടിയ 2 ohm അല്ല, ഇതല്ല. ഈ 2 ohമിനോടുള്ള റെസിസ്റ്റൻസ് പറഞ്ഞേ. ഈ 2 ohമിനോടുള്ള റെസിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് 2 ohm, അതായത് ഞാനിപ്പോ ഇവിടെ ടിക്ക് ഇടാൻ പോകുന്ന 2 ohm. ആ 2 ohമിനോടുള്ള റെസിസ്റ്റൻസ് പറഞ്ഞേ. റെസിസ്റ്റൻസ് കറണ്ട് പറഞ്ഞ എത്രയായിരിക്കും? ഇവിടുന്ന് വരുന്ന കറണ്ട് ഫുൾ അതിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതിന്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ 3 ohമിലും 6 ohമിലും എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് സ്പ്ലിറ്റ് ചെയ്യും. 3 ohമിലും 6 ohമിലും എത്തുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യും. 3 ohമിലൂടെയും 6 ohമിലൂടെയും ഉള്ള പറഞ്ഞേ. ഇവിടുന്ന് എന്ത് വരുന്നു? 2 ആംപിയർ വരുന്നു. സോ 2 ആംപിയർ വരുന്നു. സോ 6 ohമിലൂടെയുള്ള കറണ്ട് I6 എങ്ങനെയായിരുന്നു? കറണ്ട് ഡിവൈഡഡ് ബൈ സം അല്ലെ? കറണ്ട് ഡിവൈഡ് ബൈ സം. ടോട്ടൽ കറണ്ട് 2 ഡിവൈഡഡ് ബൈ സം എത്ര? 6 + 3 ഇൻറ്റു ദി അതർ റെസിസ്റ്റർ 3 ആണ് ചെയ്യുന്നത്. ഓക്കെ, I1 എന്ന് പറയുന്നത് I ഡിവൈഡ് ബൈ സം, ഇൻവേഴ്സ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ I ഡിവൈഡ് ബൈ റേഷ്യോന്റെ സം ഇൻറ്റു ദി അതർ റെസിസ്റ്റർ. I1 is equal to I divided by R1 plus R2 into R2 ആണ്. into R1 into R2 ആണ് I1 എന്ന് പറയുന്നത്. So that is equal to 2 into 3, 6/9 എന്ന് വരും. That is 2/3 ആംപിയർ. മറ്റേലൂടെയുള്ള എത്രയാണെന്ന് ചോദിച്ചാൽ മറ്റേ രീതിയിലും ചെയ്യാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 2 ആംപിയർ ആണ് വരുന്നത്. അതിനകത്ത് 2/3 ഇങ്ങോട്ട് പോയി, ബാക്കിയുള്ള 4/3 ഇങ്ങോട്ട് വരണം. ബാക്കിയുള്ള 4/3 ഇങ്ങോട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 3 ohm റെസിസ്റ്റർ? 3 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ആക്ച്വലി 2 വോൾട്ട് എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് 4 volts അല്ലെ? 4 volts ആണ്. അപ്പൊ
3 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ പല രീതിയിൽ നമുക്ക് അത് ചെയ്യാം. ഒന്ന് എങ്ങനെയാന്ന് വെച്ചാൽ 3 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ചെയ്യാം ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. 3 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 4/3 ആംപിയർ ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ് 3. സോ 3 പോയിട്ട് എന്ത് കിട്ടും? 4 volts എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൺ ഓപ്ഷൻ. ഇനി അതല്ലെങ്കിൽ 3 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ആർക്ക് അക്രോസ് ഉള്ളത്? 6 ohmന് അക്രോസ് ഉള്ളത്. സോ 6 ohmന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചാലും മതി. ദാറ്റ് ഈസ് വൺ വേ. പിന്നെ അതല്ലെങ്കിൽ ഈ 3 ohmഉം 6 ohmഉം റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ 2 വെച്ചാലും എന്ത് തന്നെയാണ്? ഒരേപോലെ തന്നെയാണ്. ഓക്കെ, 3 ohmഉം 6 ohmഉം 3 ohmഉം 6 ohmഉം സീരീസ് ആയിട്ട് പാരലൽ കണക്ട് ചെയ്താൽ അത് 2 ohm ആണ്. സോ ആ 2 ohmന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് തന്നെയായിരിക്കും? ഈ ഇൻഡിവിജ്വലി ഓരോന്നിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഈ കോമ്പിനേഷൻ, അതായത് ഞാൻ ഈ റൈറ്റിൽ വരച്ചിട്ടുള്ള ഈ സംഭവം, വട്ടത്തിൽ ഇപ്പൊ വരച്ചിട്ടുള്ള ഈ സംഭവത്തില് ഇവിടെ ടോട്ടൽ വരുന്ന കറണ്ട് 2 ആംപിയർ ആണ്. ഈ 3 ohmനെയും 6 ohmനെയും നമ്മൾ 2 വെച്ച് റീപ്ലേസ് ചെയ്യാണ്, ഈക്വൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 2 വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാനില്ല, സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വഴിയില്ല. there is no path to split. ഇതിലൂടെ പാസ് ചെയ്യുന്ന എന്ത് തന്നെയായിരിക്കും? 2 ആംപിയർ തന്നെയായിരിക്കും. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ തന്നെയായിരിക്കും. ഓക്കെ, സോ ആ 2 ohmന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഏത് 2 ohmന് അക്രോസ്? 3ഉം 6ഉം സീരീസ് ആയിട്ട് കിട്ടിയ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ അതിന് അക്രോസ് ഉള്ള എന്ത് തന്നെയായിരിക്കും? അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താ? ഫുൾ കറണ്ട് 2 ആംപിയർ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇൻറ്റു 2 volts ഇൻറ്റു 2 ohms എന്താണ്? 4 volts. സോ പാരലൽ കോമ്പിനേഷനിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? പാരലൽ കോമ്പിനേഷനിൽ ഇൻഡിവിജ്വലി ഓരോന്നിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആയിരിക്കും. അപ്പോ ഇൻഡിവിജ്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വലി ഓരോന്നിലൂടെയുള്ള കറണ്ട് ഇൻറ്റു അതിന്റെ റെസിസ്റ്റൻസ്. അപ്പോ 3 ohmലൂടെയുള്ള കറണ്ട് ഇൻറ്റു 3 ohm. ഓക്കെ, ദാറ്റ് ഈസ് 4/3 ഇൻറ്റു 3. അല്ലെങ്കിൽ 6 ohmലൂടെയുള്ള കറണ്ട് ഇൻറ്റു 6 ohm, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു 6, ദാറ്റ് ഈസ് ഓൾസോ 2. അതല്ലെങ്കിൽ എങ്ങനെയും ചെയ്യാം, ഇക്വലന്റ് റെസിസ്റ്റൻസിലൂടെയുള്ള ടോട്ടൽ കറണ്ട് ഇൻറ്റു, അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻറ്റു ആ പോർഷന്റെ മാത്രം ഇക്വലന്റ് റെസിസ്റ്റൻസും ചെയ്യാം. സോ 2 ആംപിയർ ഇൻറ്റു ഇവിടുത്തെ ഇക്വലന്റ് ആയിട്ടുള്ള 2, അതായത് പാരലൽ കോമ്പിനേഷന്റെ ഇക്വലന്റ് ആയിട്ടുള്ള 2, അത് ചെയ്താലും എന്ത് തന്നെയാണ്? 4 volts തന്നെയാണ്. സോ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, വേറെ രീതി എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇപ്പൊ ഈ 2ഉം ഈ 2ഉം, അതായത് റൈറ്റിൽ വട്ടത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന 2ഉം 2ഉം എന്താണ്? സീരീസ് കോമ്പിനേഷൻ അല്ലേ? സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷനിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യുക? ഇൻ ദി റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് ആണ്. സോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈക്വൽ ചെയ്യണം? ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. സോ ഈ 2നെ ക്രോസും 4, അപ്പുറത്തെ 2നെ ക്രോസും 4, അങ്ങനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. സോ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ മനസ്സിലായോ? പല മെത്തേഡ്സ് പറഞ്ഞു, 3-4 മെത്തേഡ്സ് പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. സോ എല്ലാം ചെയ്യുകയാണെങ്കിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്റൻസ് എടുക്കണം. ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ കറണ്ട് ഇൻറ്റു ഇക്വലന്റ് റെസിസ്റ്റൻസ് ചെയ്യണം. ഇതാണ് ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വേറൊരു ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഫൈൻഡ് ആർ ഇക്വലന്റ്. ആർ ഇക്വലന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. So find the equivalent resistance between A and B, RAB, and RBD. Equivalent resistance between A and B. A kum B kum across the equivalent resistance. Each value is R. ഓരോന്നിന്റെ വാല്യൂ R.
എല്ലാം ഈക്വൽ റെസിസ്റ്റൻസസ് ആണ്. So find the equivalent resistance between A and B. എക്കും ബിക്കും അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ആയിട്ട് തന്നാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ. Equivalent resistance between B and D or D and B. ഓക്കെ, സോ ഞാൻ തൽക്കാലം ഇതിനകത്ത് ഓരോ റെസിസ്റ്റൻസും നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ പറയാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കി. 1 2 സോറി 2 3 4 5. സോ എക്കും ബിക്കും അക്രോസ് 5R/8 എന്ന് പറയുന്നു. ആണോ? 5R/8 ആണോ? 2R/3 R/3 പ്ലസ് R 5R/8. ഏതാണ് R/2? RBD R/2 ആണ്. ഓക്കെ, മറ്റേത് RABയോ? R/8 ആണ്. ഓക്കെ, ഓക്കെ. സോ കിട്ടിയിട്ടുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഏതായാലും സൈഡിൽ ചെയ്യാം. ഓക്കെ, സോ ഇതെങ്ങനെ പറയുമ്പോൾ നമ്മുടെ എൻ പോയിന്റ്സ് എയും ബിയും ആണ്. അവര് എന്ത് ചെയ്യാൻ പാടില്ല, അവരൊരിക്കലും ക്വസ്റ്റ്യനിൽ ഡിസപ്പിയർ ചെയ്ത് പോകാൻ പാടില്ല. അവര് എൻ പോയിന്റ്സ് അതേപോലെ തന്നെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ആ എൻ പോയിന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ RAB എയും ബിയും അവിടെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ വെക്കണം. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ചോദിക്കട്ടെ, 1ഉം 2ഉം 3ഉം നേരിട്ട് സീരീസ് കോമ്പിനേഷൻ ആണോ? 1 2 and 3 കോമ്പിനേഷൻ ആണോ? 1 2 and 3 നേരിട്ട് സീരീസ് കോമ്പിനേഷൻ ആണോ? അല്ല, നേരിട്ട് സീരീസ് അല്ല. കാരണം അതിന്റെ ഇടയിന്ന്, അതായത് 1ന്റെയും 2ന്റെയും ഇടയിന്ന് ആര് പോകുന്നുണ്ട്? 4 എന്ന് പറയുന്ന റെസിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് 1ഉം 2ഉം 3ഉം കൂടി സീരീസ് ആണെന്ന് പറഞ്ഞിട്ട് 3R എന്ന് പറയാൻ പറ്റില്ല. R+R+R അത് 3R എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ 4 അവിടെ എന്തായി പോകും? മിസ്സായി പോകും. 4നെ പിന്നെ അവിടെ വരക്കാൻ പറ്റില്ല. നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഇടയിന്നൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു റീജിയൻ ചൂസ് ചെയ്യണം. സോ ഇടയിന്ന് റെസിസ്റ്റൻസ് ഇല്ലാത്ത ഏതാണ്? പിന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഒഴിവാക്കാനും പറ്റില്ല. അതായത് എയും ബിയും ഒഴിവാക്കാൻ പറ്റില്ല. സോ ഇപ്പൊ 1ഉം 5ഉം അതിന്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അത് രണ്ടും അങ്ങനെ ചോദിക്കട്ടെ, 1ഉം 5ഉം അത് രണ്ടും സീരീസ് ആണോ? 1ഉം 5ഉം is 1 and 5 in series combination? അതായത് എക്കും ബിക്കും അക്രോസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 1ഉം 5ഉം സീരീസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അല്ല,
എക്കും ബിക്കും ഇടയിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ 1ഉം 5ഉം എന്തല്ല സീരീസ് അല്ല. കാരണം നമ്മള് എക്കും ബിക്കും അക്രോസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്യും. എക്കും ബിക്കും ഇപ്പൊ സർക്യൂട്ടിൽ സെല്ല് എക്കും ബിക്കും അക്രോസ് കണക്ട് ചെയ്യേണ്ടി വരും. എക്കും ബിക്കും അക്രോസ് ആണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന കറണ്ട് എന്തായി പോകും? സ്പ്ലിറ്റ് ചെയ്ത് പോകും. രണ്ടിലൂടെയും എന്ത് ചെയ്യില്ല? കറണ്ട് സെയിം അല്ല. സോ രണ്ടും സീരീസ് ആയിരിക്കില്ല. മനസ്സിലായോ? സോ എൻ പോയിന്റ്സ് അതേപോലെ എടുക്കണം. അതായത് എയും ബിയും അതേപോലെ തന്നെ നമുക്ക് വെക്കണം. അതിൽ നിന്ന് എന്ത് ചെയ്യില്ല? സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സോ അത് രണ്ടും സീരീസ് ആണെന്ന് നേരിട്ട് പറയരുത്. കാരണം അതിനെ ക്രോസ് ആണ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ളത്. സോ അതായത് ഇപ്പൊ 1ഉം 5ഉം കൂടി നമ്മൾ സീരീസ് ആക്കി എടുത്തിട്ട് 2R എന്ന് എഴുതിയെന്ന് വിചാരിച്ചോ, ആ എ മിസ്സായി പോയില്ല. അപ്പൊ നമുക്ക് മനസ്സിലായോ? എ പിന്നെ അവിടെ ഇല്ലല്ലോ. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 2ഉം 3ഉം സ്റ്റാർട്ട് ചെയ്യണം. കാരണം സി നമ്മുടെ എൻ പോയിന്റ് അല്ല. സോ 2ഉം 3ഉം നേരിട്ട് സീരീസ് ആണോ? 2ഉം 3ഉം നേരിട്ട് സീരീസ് ആണോ? യെസ്, 2ഉം 3ഉം എന്താണ്? നേരിട്ട് സീരീസ് ആണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? വേറെ റെസിസ്റ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇനി അഥവാ എക്കും ബിക്കും അക്രോസ് സെല്ല് കണക്ട് ചെയ്താലും ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കറണ്ട്, 2ന്ന് വരുന്ന കറണ്ട് നേരെ 3ലോട്ട് തന്നെയാണ് പോകുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല. സോ ദേ ആർ ഇൻ സീരീസ് കോമ്പിനേഷൻ. സോ 6ഉം 6ഉം ആണ്. അപ്പൊ എത്രയാണ് അത്? 2R എന്ന് വരും. സോ സർക്യൂട്ട് നമ്മൾ മാറ്റി വരക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിനകത്ത് അപ്പൊ പറഞ്ഞേ, ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ എയും ബിയും എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ 2ഉം 3ഉം സീരീസ് ആയിട്ട് എടുത്തപ്പോ എന്ത് പോയി? സി എന്ന് പറയുന്ന പോയിന്റ് മിസ്സായി പോയി. നമ്മളോട് ചോദിച്ചത് എക്കും ബിക്കും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നേരത്തെ ഇതേപോലെ 1ഉം 5ഉം എടുത്തിരുന്ന ഇതേപോലെ എ മിസ്സായി പോയി. പിന്നെ എക്കും ബിക്കും അക്രോസ് എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് എൻ പോയിന്റ്സിനെ തൊട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവർ ഒഴിവായി പോകുന്ന രീതിയിൽ നമുക്ക് സർക്യൂട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താണ് ഉള്ളത്? ഇനി ബാക്കി സിമ്പിൾ അല്ലേ? ബാക്കി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇനി ഈ 2Rഉം ഈ ആറും എന്ത് കോമ്പിനേഷനാ? പാരലൽ കോമ്പിനേഷൻ. കാരണം രണ്ടിന്റെയും എൻഡ് എവിടെയാ? ഡിക്കും ബിക്കും അക്രോസ് ആണ് അല്ലെ? രണ്ടിന്റെയും എൻ പോയിന്റ്സ് ഡിയും ബിയും ആണ് ഇപ്പൊ. സോ ദേ ആർ ഇൻ പാരലൽ കോമ്പിനേഷൻ. സോ 6ഉം 2Rഉം വന്നാൽ എന്താണ്? വലുത് ഡിവൈഡ് ബൈ എത്ര ടൈംസ് ആണോ? +1, 2R/3. മനസ്സിലായോ? സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇത് പറഞ്ഞത്. ഏത് എത്ര ടൈംസ് ആണോ +1 അങ്ങനെയൊക്കെ ഓർത്ത് വെക്കണം എന്ന് പറയാനുള്ള റീസൺ. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോന്നും നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരും. സോ ഇത് ഇങ്ങനെ വരും. 6ഉം 2Rഉം 2R/3. ഇനി നമുക്കുള്ളത് സർക്യൂട്ട് മാറ്റി വരക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി, ഇത് 6, ഇവിടെ 2R/3, ഇവിടെയും 6, 1, 5 അവിടുത്തെ സംഭവം. ഇനി ഇതിനകത്തും 1ഉം 5ഉം സീരീസ് ആണെന്ന് പറഞ്ഞ് തുടങ്ങരുത്. കാരണം എന്താണ്? 1ഉം 5ഉം സീരീസ് ആക്കി എടുത്താൽ നമ്മൾ പറഞ്ഞ എ മിസ്സായി പോകും. അത് പറ്റില്ല. ഇനി 6ഉം 2R/3, 6ഉം 2R/3 എത്ര വരും? രണ്ടും കൂടി ആഡ് ചെയ്യാം. സീരീസ് കോമ്പിനേഷൻ ആണ്. സോ ഇത് രണ്ടും കൂടി 5R/3 എന്ന് വരും. ദാറ്റ് വിൽ ബി 5R/3. സോ മൊത്തത്തിൽ 5R/3. ഓക്കെ, 5R/3 എന്ന് വരും. സോ 5R/3 എന്ന് വരുമ്പോ ഇനി ഇതിന്റെ എത്രയാ ഇപ്പൊ വരിക? ഇതിന്റെ എത്രയാണ്? ഒന്നുകിൽ നേരത്തെ പറഞ്ഞ പോലെ R1R2/R1+R2, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ എന്താണ്? 5/3 ടൈംസ് അല്ലേ? 5/3 ടൈംസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ NR/N+1 യൂസ് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി 5/3R divided by 5/3+1. സോ ദാറ്റ് ഈസ് 5/3R divided by 5/3+1 എത്രയാ? 8/3. So this will go 5R/8. Okay, 5R/8.
സോ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇടയെന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. അതായത് ഇടയെന്ന് എന്തെങ്കിലും റെസിസ്റ്റൻസ് പോകുന്ന പോർഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അതേപോലെ എൻ പോയിന്റ്സ്, അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എക്കും ബിക്കും അക്രോസ് ആണ്. ഏത് പോയിന്റ്സിനാണോ പൊട്ടൻഷ്യൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്, ഏത് പോയിന്റ്സിന് അക്രോസ് ആണോ ആ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സർക്യൂട്ടിൽ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഓരോ പോയിന്റ്സ് ആയിട്ട് മിസ്സായി പോകും. അപ്പൊ ആദ്യം സി മിസ്സായി, പിന്നെ അവസാനത്തെ ഇവിടെ എത്തിയപ്പോഴേക്കും ആരും മിസ്സായി, ഇവിടെ എത്തിയപ്പോഴേക്കും ഡിയും മിസ്സായി, എയും ബിയും മാത്രമായിട്ട് മാറി അല്ലെ? ഈ എൻഡിൽ എത്തിയപ്പോ അതായത് ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയപ്പോഴേക്കും ഡി മിസ്സായി പോയി. ഇവിടെ ഡി ഉണ്ടായിരുന്നു, ഈ കേസിൽ ഡി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ റെഡ് മാർക്ക് നിൽക്കുന്നിടത്ത് ഡി ഉണ്ടായിരുന്നു. പക്ഷെ അവസാനത്തെ സിറ്റുവേഷനിൽ എത്തിയപ്പോഴും എന്ത് പോയി? ഡി പോയി. ഓക്കെ, പക്ഷെ എയും ബിയും അതേപോലെ തന്നെ ത്രൂ ഔട്ട് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഈ സിറ്റുവേഷൻ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിക്കും ഡിക്കും അക്രോസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഡിക്കും ബിക്കും അക്രോസ് കണ്ടുപിടിച്ചില്ലേ? ഡിക്കും ബിക്കും അക്രോസ് എത്രയാ ജോഷൻ? ഇതിന്റെ അല്ലേ? ഡിക്കും ബിക്കും അക്രോസ്, എക്കും ബിക്കും അക്രോസ് ആണ് പറഞ്ഞത്. ഡിക്കും ബിക്കും അക്രോസ് R/2 എന്ന് വരും. സോ ഇങ്ങനെയാണ് സർക്യൂട്ട് ഉള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ പോയിന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാം ആറാണ്. 1 2 3 4 5. ഓക്കെ, ഇതിനകത്ത് 2ഉം 3ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? 2ഉം 3ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? യെസ്, പറയാൻ പറ്റും അല്ലെ? ആരാ പറ്റില്ല എന്ന് പറഞ്ഞ ആരാ? പറ്റും. കാരണം എന്താണ്? എൻ പോയിന്റ്സ് അല്ല, എൻ പോയിന്റ്സിന് ഒന്നും പറ്റുന്നില്ല, പോയിന്റ്സ് അതേപോലെ ഉണ്ടാവും അല്ലെ? സോ എൻ പോയിന്റ്സ് മിസ്സായി പോകുന്ന സിറ്റുവേഷൻ വരുന്നില്ല. സി ആണ് അങ്ങനെയാണെങ്കിൽ മിസ്സായി പോവാം. 1ഉം 5ഉം പറ്റുമോ ഈ കേസിൽ? 1ഉം 5ഉം പറ്റും. സർക്യൂട്ട് ആകെ മാറി, അല്ലെങ്കിൽ എൻ പോയിന്റ്സ് ആകെ മാറി. ഓക്കെ, നേരത്തെ സിറ്റുവേഷനിൽ എയും ബിയും ആയിരുന്നു, ഇപ്പൊ ഡിയും ബിയും ആണ്. സോ 1ഉം 5ഉം പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. സോ 2ഉം 3ഉം സീരീസ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി 2R. പിന്നെയോ താഴത്തും 2R, 1ഉം 5ഉം 2R വരും. പിന്നെ നടുവിലുള്ള R മാത്രം. സോ ഇങ്ങനെയാണ് വരിക. സോ മുകളില് 2R, R താഴെയും 2R. ഓക്കെ, ഇനി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണമെന്നില്ല. അപ്പൊ അതായത് ഇപ്പൊ 3 വന്നല്ലോ, 3 വന്ന എന്ത് ചെയ്യുന്നില്ല? 3ഉം കൂടി 1/R1 + 1/R2 + 1/R3 അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഓരോന്ന് പാരലൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ മൂന്നാമത്തുമായിട്ട് പാരലൽ ആക്കിയാലും കുഴപ്പമില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിന് വേണ്ടി എന്തായിരിക്കും ഏറ്റവും എളുപ്പം? എന്തായിരിക്കും? 2Rഉം 2Rഉം ആദ്യം പാരലായിട്ട് എടുക്കാം. ഓക്കെ, 2Rഉം 2Rഉം പാരലായിട്ട് എടുക്കാം. 2Rഉം 2Rഉം പാരലായിട്ട് എടുക്കുമ്പോൾ എത്ര വരും? ഞാൻ പറഞ്ഞു ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ നേരെ എത്ര എണ്ണാണോ ബൈ n ചെയ്താൽ മതി. അപ്പൊ 6ഉം 6ഉം സീരീസ് ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ 6ഉം 6ഉം പാരലായിട്ട് വന്നാൽ എന്താണ്? R/2 ആണ്. R × R / R + R, R/2 എന്ന് വരും. ഓക്കെ, സോ 2Rഉം 2Rഉം ഇവിടെ ഉണ്ട്. 2R ആൻഡ് 2R നേരിട്ട് പാരലൽ ആണ്. എന്ത് വരും? R എന്ന് വരും. ഓക്കെ,
ഇനി ആ ആറും ഇവിടുത്തെ ആറും കൂടി പാരലാണ്. എത്ര വരും? r/2. ഓക്കെ, r/2. മനസ്സിലായോ? അതായത് എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാതെ ഫൈനൽ സർക്യൂട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ഒരു പ്യുവർ പാരലൽ കോമ്പിനേഷൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇപ്പൊ 4 5 ഉണ്ടെങ്കിൽ ആദ്യം 2 പിന്നെ മൂന്നാമത്തെ, പിന്നെ നാലാമത്തെ, അങ്ങനെ ഓരോ സ്റ്റെപ്പിലായിട്ട് പാരലായിട്ട് ചെയ്തു വരാന്നാ പറഞ്ഞു. സോ ഫസ്റ്റ് ഈ കേസിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതാണ്? 2R ഉം 2R ഉം എടുക്കാം. 2R ഉം പാരലാണ്. ആ 2R ഉം കൂടി 6 വരും. പിന്നത്തെ 6ഉം പിന്നെ ബാക്കിയുള്ള നടുവിലുള്ള 6 അതും കൂടി എത്ര വരും? r/2 എന്ന് വരും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1/r equivalent is equal to 1/2r plus 1/r plus 1/2r. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ r/2 തന്നെ വരും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? എന്നാൽ അടുത്തത് വേറൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഈ സർക്യൂട്ട് സോൾവിങ് കുറെ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുപാട് സർക്യൂട്ട്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബുക്സ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ എല്ലാം കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഇത് ഇൻഡ്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സർക്യൂട്ട്സ് എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും ഏതെങ്കിലുമൊക്കെ ബുക്സ് എടുത്തിട്ട്. സോ പിന്നെ സർക്യൂട്ട് സോൾവിങ്ങിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും എന്തായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ചെയ്ത പോലുള്ള സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും പല ടൈപ്പ് ഇതിനകത്ത് വരാം. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് എക്കും സിക്കും അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? എക്കും സിക്കും അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ the equivalent resistance between A and C. ഇപ്പൊ പഠിച്ചത് വെച്ച് equivalent resistance between A and C കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ എക്കും സിക്കും അക്രോസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2ഉം 3ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? അതേപോലെ 1ഉം 5ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 1ഉം 5ഉം സീരീസ് ആയിട്ട് 2R എന്ന് എഴുതുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എ മിസ്സായിപ്പോ. 2ഉം 3ഉം സീരീസ് ആണെന്ന് പറയുമ്പോൾ എന്തായിപ്പോ? സി മിസ്സായിപ്പോ. നമ്മുടെ 2 എൻ പോയിന്റ്സും പോയി. പിന്നെ ഉള്ളത് ഡിയും ബിയും ആണ്. അതിന് അക്രോസ് അല്ലല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എക്കും സിക്കും അക്രോസ് ആണ്. എക്കും സിക്കും അക്രോസ് ഉള്ളത് നമുക്ക് ഇപ്പൊ പഠിച്ച വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ പഠിച്ച സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ വെച്ച് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സർക്യൂട്ട് സോൾവിങ് എന്താണ്? കുറെ മെത്തേഡ്സ് ഉണ്ട് അതിന്. കുറെ മെത്തേഡ്സ്, ഒരു 5-6 മെത്തേഡ്സ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട്സ് വരുമ്പോൾ ഓരോന്നും ഓരോ മെത്തേഡ്സ് ആണ്. എല്ലാ കേസിലും കൊണ്ടുപോയിട്ട് എല്ലാ മെത്തേഡ്സും അപ്ലൈ ചെയ്യാനും നമുക്ക് പറ്റില്ല. സോ അതിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇൻഫൈനൈറ്റ് സീരീസ് മെത്തേഡ്സ്, സിമ്മട്രി മെത്തേഡ്സ് 3 ഉണ്ട്, 4 ഉണ്ട്. അതേപോലെ വേറെ കണക്ഷൻ റിമൂവൽ മെത്തേഡ്സ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ മെത്തേഡ്സ് എല്ലാം അറിഞ്ഞിരുന്നാലേ എല്ലാ സർക്യൂട്ട്സും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എല്ലാ മെത്തേഡും ജസ്റ്റ് അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ഏതൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നും കൂടി നമ്മൾ അറിയണം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഇതാക്കിയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അങ്ങനത്തെ ടോപ്പിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സർക്യൂട്ട് സോൾവിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ മെത്തേഡ്സ് എല്ലാം ഞാൻ പറയാം. അത് ഇപ്പോഴല്ല, കിർച്ചോഫ്സ് ലോയും കൂടി പറഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ആ മെത്തേഡ്സ് എല്ലാം കൂടി തൽക്കാലം സർക്യൂട്ട് സോൾവിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് പറയാം. അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് മോർണിംഗിൽ അല്ലാതെ വേറെ എപ്പോഴെങ്കിലും വെച്ചിട്ട് പറയാം. കാരണം അതിന് ഒരുപാട് സമയം പോകും. അത് നമ്മുടെ NCERT-യിലൊന്നും ഉള്ളതല്ല, പക്ഷെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അത് മസ്റ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം.
Find the equivalent resistance between A and B. എക്കും ബിക്കും അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. Find the equivalent resistance between A and B. So diagonals എല്ലാം 6 ആണ്, ബാക്കി സൈഡ്സ് എല്ലാം 3 ആണ്. 3 ഡയഗണൽസ് ഉണ്ട്. ഓക്കെ, 2 ohm വരും. കറക്റ്റ്. ഓക്കെ, ഇക്വലന്റ് റെസിസ്റ്റൻസ് 2 ohms കിട്ടും. കിട്ടിയോ? കുറെ പേർക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു? ഇടയെന്ന് സ്റ്റാർട്ട് ചെയ്യാത്തോടത്ത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ റെസിസ്റ്റൻസിന് സൈഡിലുള്ള റെസിസ്റ്റൻസിനൊക്കെ ഞാൻ നമ്പർ കൊടുക്കാം. 1 2 3 3 4 5 6 ഇങ്ങനെ 1ഉം 2ഉം 3ഉം 4ഉം 5ഉം എല്ലാം കൂടി സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇടയ്ക്കിടയ്ക്ക് ഇടയെന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് റെസിസ്റ്റൻസസ്. സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ ഇടയെന്ന് സ്റ്റാർട്ട് ചെയ്യാത്ത ആദ്യത്തെ രണ്ടെണ്ണം എവിടെ നിന്നാണോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എൻ പോയിന്റ്സ് നമുക്ക് മാറ്റാനും പറ്റില്ല. സോ എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റത്തെ 1ഉം 2ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റുമോ? 1ഉം 2ഉം സീരീസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം എന്താണ്, അതിന്റെ ഇടയിൽ നിന്ന് വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് പോകുന്നില്ല. സോ 1ഉം 2ഉം സീരീസ് ആണ്. സോ ദാറ്റ് ഈസ് 3 and 3. 1ഉം 2 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ നമ്പർ ആണ്, വാല്യൂ അല്ല പറഞ്ഞത്. ഞാൻ നമുക്ക് ബോർഡിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കായിരുന്നു, പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ നമ്പർ ഡിനോട്ട് ചെയ്യാന്ന് മാത്രമേ പറ്റുള്ളൂ. സോ 1ഉം 2ഉം സീരീസ് ആണ്. സോ ദാറ്റ് വിൽ ബി 6. ദാറ്റ് 6, അതായത് ഈ 3ഉം കൂടി കൂട്ടിയിട്ടുള്ള 6, ദാറ്റ് വിൽ ഗിവ് അതും പിന്നെ ഉള്ള 6ഉം അല്ലേ, ഈ 6ഉം അതെന്തായിരിക്കും? പാരലൽ കോമ്പിനേഷൻ. അതായത് ഈ 3ഉം സീരീസ്. അപ്പൊ എന്തായി? 6 ആയി. ഈ 3ഉം കൂടിയുള്ള 6ഉം ഇപ്പുറത്തുള്ള ഈ 6ഉം അല്ലെ, 6ഉം എന്താണ്? പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ 6ഉം പാരലൽ വന്നാൽ 6/2 3. ഇനി അത് മൊത്തം ഇതുകൊണ്ട് ഈ 3ആയിട്ട് എന്ത്? സീരീസ്, അഗൈൻ സീരീസ്. അപ്പൊ അഗൈൻ 6, അടുത്ത 6ഉമായിട്ട് പാരലൽ. അഗൈൻ 3 ആയിട്ട് വരും, അഗൈൻ 6 കിട്ടും. ഓക്കെ, അടുത്ത 6ഉമായിട്ട് പാരലൽ, പിന്നെയും 6 കിട്ടും. ഫൈനലി 3ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് വരുന്നത്? പാരലൽ ആയിട്ട് വരുന്നത്. സോ ഫൈനൽ ആൻസർ എന്ത് വരും? 2 എന്ന് വരും ആൻസർ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരക്കാം. സോ ആദ്യം നമുക്ക് ആദ്യമുള്ള ഈ ലെഫ്റ്റ് മോസ്റ്റ് ഉള്ള 3ഉം പാരലൽ ആയിരിക്കും. സോ സീരീസ് ആയിരിക്കും. സോ ഫിഗർ ഇങ്ങനെ വരും.
ഓക്കെ. സോ അതിനകത്ത് ഈ ലെഫ്റ്റിലുള്ള 3 ഉം 3 ഉം സീരീസ് ആണ്. ഓക്കെ, ഈ 3 ഉം 3 ഉം സീരീസ് ആണ്. അപ്പൊ അതെന്തായിട്ട് എഴുതാം? 6 ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, that will be 6. ഇനി ഈ 6ഉം ഇവിടെ ഉള്ള ഈ 6ഉം സിമ്പിൾ കോമ്പിനേഷൻ അല്ലെ? ഈ സെഗ്മെന്റ് എന്താണ്? പാരലൽ കോമ്പിനേഷൻ. അപ്പൊ എന്തായിട്ട് മാറി? that becomes 3. അതെന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. പിന്നെ അതും ഇപ്പുറത്തെ ഇതെല്ലാം കൂടി എന്ത് വരും? 3 വരും. this will be 3. ഇതിനെന്ത് ചെയ്യാം? 3 വെച്ച് റീപ്ലേസ് ചെയ്യാം. we can replace it by 3. ഈ സെക്ഷനെ മൊത്തത്തിൽ ഞാൻ എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്. ഈ സെക്ഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ? ഒരു 3 വെച്ച് റീപ്ലേസ്. അപ്പൊ ഇനി ഈ 3 ഉം 3 ഉം കൂടി എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. അഗൈൻ 6നോട് പാരലൽ 3. അഗൈൻ അപ്പുറത്തുള്ള 3 അല്ലെ? അപ്പുറത്തുള്ള ഈ 3 ആയിട്ട് again series, again 6, again parallel to the next 6, again 3, again series to this 3, that becomes 6. So finally താഴെയുള്ള 3 അതേപോലെ തന്നെ ഉണ്ടാവും, മുകളിലൊരു 6ഉം കൂടി വന്നിട്ടുണ്ട്. So 6ഉം 3ഉം കൂടി 2 ohms. ഓക്കെ, 2 ohms വരും ആൻസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യാൻ നമുക്കിപ്പോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കേസസിൽ ഓക്കെ, വേറെ മെത്തേഡ്സ് നമുക്ക് പറയാൻ പ്രാക്ടീസ് ചെയ്യാല്ലാതെ സർക്യൂട്ട് സോൾവിങ് നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ കുറെ സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഒന്നുകിൽ ഹയർ ലെവൽ ക്ലാസ്സായിട്ട് വേറെ എന്തെങ്കിലും വെക്കേണ്ടി വരും. കാരണം അതിലുള്ള എല്ലാ ടോപ്പിക്സും കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് അത്. എന്നാലും ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, സോ എന്നാലുള്ളതൊക്കെ എന്താണ്? എന്നാല് അടുത്ത ടോപ്പിക് എടുക്കാൻ ഓക്കെ. ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമ്പോ അടുത്ത ടോപ്പിക്കാണ് ഞാൻ പറയുമ്പോ സെക്കൻഡ് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കിർച്ചോഫ്സ് ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. 2 റൂൾസ് ആണുള്ളത്. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കിർച്ചോഫ്സ് റൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഇത് കറക്റ്റ് അപ്ലൈ ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, അടുത്ത ഇതിന്റെ മുന്നത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ കപ്പാസിറ്റേഴ്സ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന പോർഷൻ വരും, അതിനകത്തും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വരും, അതിനകത്തും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. അതേപോലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്ന് പറയുന്ന ചാപ്റ്റർ വരും, അതിനകത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഒരുപാട് ചാപ്റ്റേഴ്സിൽ അപ്ലിക്കേഷൻ ഉള്ള 2 റൂൾസ് ആണ് കിർച്ചോഫ്സ് റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് റൂൾ ആണ്, 2 റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ, അല്ലെങ്കിൽ ചാർജ് അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ, തൽക്കാലം ജംഗ്ഷൻ റൂൾ എന്ന് മാറ്റും. സോ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ജംഗ്ഷനിൽ എന്താണ് ഒരുപാട് വയേഴ്സ് മീറ്റ് ചെയ്യാം, അതായത് ഒരുപാട് കണ്ടക്ടേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ജംഗ്ഷൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 or 3 അല്ലെങ്കിൽ 3-ലധികം കണ്ടക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്.
ഇപ്പൊ മുമ്പ് നമ്മൾ സർക്യൂട്ട് സോൾവിങ്ങിലൊക്കെ പല സിറ്റുവേഷൻസ് അല്ലേ, ഇപ്പൊ ഞാൻ ഈ റെഡ് മാർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്താണ്, ഇതിനകത്ത് നോക്കിയേ, ഈ റെഡ് ഉള്ള ഈ പോയിന്റ് ദാറ്റ് ഈസ് എ ജംഗ്ഷൻ, അതൊരു ജംഗ്ഷൻ ആണ്. അവിടെ രണ്ടും മൂന്നും ബ്രാഞ്ചസ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ജംഗ്ഷൻസ്, നമ്മൾ സർക്യൂട്ട്സിനകത്ത് ഒരുപാട് ജംഗ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് റൂൾ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. ഇത്രയുള്ളൂ പറയുന്നത്. രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, കറണ്ട് എന്ത് ചെയ്യുന്നു, അറൈവ് ചെയ്യുന്നു. I1 I2 ഓരോ ബ്രാഞ്ചിലൂടെ കറണ്ട് വരുന്നു. I3 I4 I5. So Kirchhoff's junction rule states that sum of currents arriving the junction is equal to sum of currents leaving the junction. അതായത് ജംഗ്ഷനിലോട്ട് എന്ത് കറണ്ട് ആണോ വരുന്നത് അതെന്ത് ചെയ്യും, ജംഗ്ഷന് ലീവ് ചെയ്ത് പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. സോ I1 plus I2 is equal to I3 plus I4 plus I5. നമ്മൾ നേരത്തെ പല സിറ്റുവേഷൻ, സപ്പോസ് ഇവിടെ എന്ത് ചെയ്യാണ്, 2 ആംപിയർ കറണ്ട് വരും, ഇവിടെ 3 ആംപിയർ കറണ്ട് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ലീവ് ചെയ്യും, ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ട് എത്ര കറണ്ട് ഉണ്ടാവും, ടോട്ടൽ കറണ്ട് എത്ര ഉണ്ടാവും, 5 ആംപിയർ കറണ്ട് ഉണ്ടാവും. സിംപിളി തന്നെയാണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജംഗ്ഷനിലോട്ട് അറൈവ് ചെയ്യുന്ന കറണ്ടും ജംഗ്ഷനിൽ ലീവ് ചെയ്ത് പോകുന്ന കറണ്ടും എന്ത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിക്കോ, ദി സം ഓഫ് കറണ്ട്സ് അറൈവിംഗ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട്സ് ലീവിംഗ് ദി ജംഗ്ഷൻ. ഓക്കെ, സോ ഇതാണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നോ ഇത് വേറെ രീതിയിലും പറയാം. ജംഗ്ഷൻ റൂൾ നമ്മൾ വേറെ രീതിയിലും കൂടി പറയാറുണ്ട്. വേറെ ഫോം എന്താന്ന് വെച്ചാൽ algebraic sum of all the currents arriving the junction arriving the junction is 0. Algebraic sum of all the currents arriving the junction is 0. സോ ആൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ടിന് ഒരു പ്രത്യേക സൈൻ കൺവെൻഷനും കൂടി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, കറണ്ട് I1 I2 അറൈവ് ചെയ്യുന്ന ജംഗ്ഷനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യുന്ന ജംഗ്ഷൻ, ഇപ്പൊ I3 അങ്ങോട്ട് ലീവ് ചെയ്ത് പോകുന്നുണ്ട്. ബേസിക്കലി I3 അങ്ങോട്ട് ലീവ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് -I3 ഇങ്ങോട്ട് വരുന്നതിന് ഇക്വലന്റ് ആണ്. ഓക്കെ, I3 അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് -I3 ഇങ്ങോട്ട് വരുന്നതിന് ഇക്വലന്റ് ആണ്. സിമിലർലി I4 അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് എന്താണ്, -I4 ഇങ്ങോട്ട് വരുന്നതിന് ഇക്വലന്റ് ആണ്. അതായത് 1 ആംപിയർ ഒരു ഡയറക്ഷനിൽ പോവുക എന്ന് പറയുന്നതും -2 ആംപിയർ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക എന്ന് പറയുന്നതും എന്താണ്, സെയിം ആണ്. കാരണം മൈനസ് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദി കറണ്ട് ഇൻ ദി ബ്രാഞ്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെഗറ്റീവ് ആൻസർ കിട്ടും. വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി മീൻ? ഇപ്പൊ -2 ആംപിയർ നമ്മളിങ്ങനെ സർക്യൂട്ട് സോൾവ് ചെയ്ത് കിർച്ചോഫിനൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടുന്നതായിരിക്കും -2 ആംപിയർ എന്നാണ് ആൻസർ. ഓക്കെ, -2 ആംപിയർ. സോ -2 ആംപിയർ എന്ന് ആൻസർ കിട്ടിയ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എന്താണ് -2 ആംപിയർ എന്ന് ആൻസർ കിട്ടിയ അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ആംപിയർ പാസ് ചെയ്ത് പോകുന്നത്. സിമിലർലി -I5 ജംഗ്ഷനിലോട്ട് വരുന്നു. സോ ലീവ് ചെയ്യുന്ന കറണ്ടിനെ അറൈവ് ചെയ്യുന്ന പോലെ ആക്കാൻ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൈനസ് കറണ്ട് വരുന്ന പോലെ എടുക്കും. സോ അങ്ങനെയാണെങ്കിൽ ആൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ I1 plus I2 plus -I3 plus -I4 plus -I5 is equal to 0. സെയിം ബേസിക്കലി ഫസ്റ്റ് ഇക്വേഷൻ തന്നെയല്ലേ ഇതും. ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. ഈ മൈനസ് എല്ലാം കൂടി അപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്തായിട്ട് മാറി, എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറി. ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ് ഇത്. സോ സം ഓഫ് കറണ്ട്സ് അറൈവിംഗ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട്സ് ലീവിംഗ് ദി ജംഗ്ഷൻ. സോ ഇതാണ് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ പോലെ തന്നെ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ ഉണ്ട്. ജംഗ്ഷൻ റൂൾ വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ലൂപ്പ് റൂൾ അങ്ങനെയല്ല. അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം.
അതിനകത്ത് എന്തെങ്കിലും മിസ്കോൺസെപ്റ്റോ തെറ്റിദ്ധാരണകളോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന മൊത്തം തെറ്റും. ഒരുപാട് റീജിയൻസിൽ എന്ത് വരും, മിസ്റ്റേക്സ് വരാൻ തുടങ്ങും. ഈ ടോപ്പിക്സിൽ മാത്രമല്ല ബാക്കിയുള്ള ടോപ്പിക്സിലെല്ലാം ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യും. സോ കിർച്ചോഫ്സ് ലൂപ്പ് റൂള് അപ്ലൈ ചെയ്യാൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ജംഗ്ഷൻ റൂള് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി ഈ ജംഗ്ഷൻ റൂൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് കംസ് ഫ്രം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്? 2 ആംപിയർ 3 ആംപിയർ ഇവിടെ ലീവ് ചെയ്ത് പോകുന്നത് 5 ആംപിയർ, മുകളിലുള്ള ഈ ഫിഗർ. ഓക്കെ, ലീവ് ചെയ്ത് പോകുന്നത് 5 ആംപിയർ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? അറൈവ് ചെയ്യുന്ന എത്രയാണ്? 2 ആംപിയർ പ്ലസ് 3 ആംപിയർ, 5 ആംപിയർ എന്ന് പറഞ്ഞാൽ 5 കുളോം പെർ സെക്കൻഡ് അല്ലേ? ഒരു സെക്കൻഡില് 5 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. ഒരു സെക്കൻഡിൽ 5 കുളോം ചാർജ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, 5 കുളോംസ് ഓഫ് ചാർജസ് അറൈവിംഗ് ദി ജംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ 5 കുളോംബ് എന്ത് ചെയ്യണം? അവിടുന്ന് ഒരു സെക്കൻഡിൽ ലീവ് ചെയ്തും പോകണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കാം? ഒരു സെക്കൻഡിൽ 5 കുളോംബ് വന്നു, 3 കുളോംബ് ലീവ് ചെയ്തോട്ടു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? 2 കുളോംബ് അവിടെ അക്യുമുലേറ്റ് ചെയ്യണ്ടേ? ഈ പോയിന്റിൽ എന്ത് ചെയ്യണം? 2 കുളോംബ് അക്യുമുലേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു സെക്കൻഡിൽ 2 കുളോംബ് അക്യുമുലേറ്റ് ചെയ്യും. അത് 2 സെക്കൻഡ് ആകുമ്പോഴേക്കും 4 കുളോംബ് ആവും. അങ്ങനെ ഇൻഫൈനൈറ്റ് കുറെ സമയം കഴിയുമ്പോഴേക്കും ആ പോയിന്റിൽ എന്ത് സംഭവിക്കും? ഒരുപാട് ചാർജ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഒരു പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ചാർജ് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യലി വെരി ഹൈ ആയിട്ട് മാറും. സോ ചാർജ് കനോട്ട് അക്യുമുലേറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഓക്കെ, സോ ആ പോയിന്റിൽ ചാർജിന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന ചാർജ് എല്ലാം എന്ത് ചെയ്യണം? ലീവ് ചെയ്ത് പോകണം. അത്രേ ഉള്ളൂ ഇതിനകത്ത് ജംഗ്ഷൻ റൂളിന്റെ കേസ്. സോ അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്, ജംഗ്ഷൻ റൂൾ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. സോ ഇതുവരെ എടുത്തതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജംഗ്ഷൻ ലൂപ്പ് റൂൾ ഇപ്പൊ പറയാൻ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോയാൽ അതിന് കൺഫ്യൂഷനും വരും. ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട സംഭവമാണ്. സോ ഇതുവരെ അടുത്തതിന് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഉണ്ടെങ്കിൽ കൈ പൊക്കിയാൽ വേണമെങ്കിൽ ഇത് ഓൺ ആക്കി തരാം, മൈക്ക് ഓൺ ആക്കി. ഓക്കെ, അത് ലീവ് ചെയ്യില്ല ഒരു സെക്കൻഡ്.